ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ബേസിക് സയൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ സിലബസ് ആണ്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ യൂണിറ്റ്, ഫസ്റ്റത്തെ യൂണിറ്റിന്റെ പേരാണ് ദ ചെയിൻ ഓഫ് ലൈഫ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ 4 യൂണിറ്റ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റത്തെ യൂണിറ്റ് ദ ചെയിൻ ഓഫ് ലൈഫ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റത്തെ പേജിൽ ദ ചെയിൻ ഓഫ് ലൈഫ്. ഇവിടെ നോക്കൂ, ഒരു ചിത്രമാണ് ആദ്യം തന്നിരിക്കുന്നത്. ഫിഗർ 1.1. ഒബ്സർവ് ദ പിക്ചർ. വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ. ഈ ചിത്രം നോക്കിക്കേ. വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ. നിങ്ങൾ ചിത്രത്തിൽ ഒരു ബേർഡിനെ കാണുന്നില്ലേ? ബേർഡ് എന്ന് വെച്ചാൽ പക്ഷിയില്ലേ? ഒരു പക്ഷിയെ കാണുന്നുണ്ടോ നിങ്ങൾ? ബേർഡിനെ കാണുന്നില്ലേ? ഏത് പക്ഷിയാണിത്? ഏത് ബേർഡാണ്? കിങ് ഫിഷർ. ഈ ബേർഡിനെ നമ്മൾ പറയാ, മലയാളത്തിൽ നമ്മൾ മീൻ കൊത്തി എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡ് കിങ് ഫിഷർ എന്നാണ് ഈ ബേർഡിന്റെ പേര്. വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ ഫുഡ്. ഈ ബേർഡിന്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്താണ്? പേരിൽ തന്നെയുണ്ട്, കിങ് ഫിഷർ എന്നാണല്ലോ അതിന്റെ പേര്, ആ ബേർഡിന്റെ. അതിൽ തന്നെയുണ്ട് അതിന്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഫിഷ് ആണ്. ഓക്കെ, മീൻ കൊത്തി എന്നാണ് എന്റെ മലയാളത്തിൽ പറയുക. മീനാണ് കിങ് ഫിഷറിന്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ്. വേർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ. എവിടെയാണ് ഈ ബേർഡ്സിനെ നമ്മൾ സാധാരണ കാണാൻ കഴിയുക വെച്ചാൽ റിവർ ബാങ്ക്സ് ഓർ നിയർ പോൺസ്. അതായത് വെള്ളം, നമ്മുടെ വാട്ടർ റിസോഴ്സിന്റെ ഒക്കെ അടുത്ത്. കാരണം എന്തുകൊണ്ടാണ്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്. അത് അങ്ങനെ റിവർ ബാങ്ക് എന്ന് വെച്ചാൽ പുഴകളുടെ തീരത്തും പോൺസ് കുളങ്ങളുടെ അടുത്തൊക്കെയാണ് കാണാൻ കഴിയുക. കാരണം എന്തുകൊണ്ടാണ്? അവിടെ പെട്ടെന്ന് മീനെ പിടിക്കാൻ കഴിയും, അതുകൊണ്ടാണ്. അപ്പൊ നോക്കൂ, കിങ് ഫിഷറിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? The kingfisher lives in burrows on river banks or near the ponds. They mostly choose places near water sources where they can fish. അപ്പോൾ കിങ്ഫിഷർ എന്നുള്ള കിങ്ഫിഷർ എന്നുള്ള ബേർഡ് എവിടെയാണ് താമസിക്കുക? കൂടുതലായിട്ടും ഈ റിവറിന്റെ പുഴയുടെ തീരത്തും അല്ലെങ്കിൽ പോൺസിന്റെ ഒക്കെ അടുത്തുള്ള, പോൺസ് പറഞ്ഞാൽ കുളങ്ങളുടെ അടുത്തുള്ള ബൊറോസിലാണ് താമസിക്കുക. ബൊറോസ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മാടങ്ങൾ അല്ലെ, അവിടെയാണ് താമസിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, വാട്ടർ സോഴ്സസ്, വെള്ള സ്രോതസ്സുകളുള്ള സ്ഥലങ്ങളുടെ അടുത്ത് താമസിക്കാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് മീനിനെ പിടിക്കാൻ ആ ബേർഡിന് കഴിയും, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത പേജ്. there are many creatures around us who eat various kinds of food. അല്ലെ, നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ക്രിയേച്ചേഴ്സ്, ജീവജാലങ്ങൾ അല്ലെ, ഒരുപാട് ജീവികളെല്ലാം തന്നെ പലതരത്തിലുള്ള സാധനങ്ങളാണ് കഴിക്കുക. അതായത് എല്ലാ ക്രിയേച്ചേഴ്സും ഒരേ തരത്തിലുള്ള ഫുഡാണോ കഴിക്കുക? അല്ല, വേരിയസ് കൈൻഡ്സ് ഓഫ് ഫുഡ് ആണ്, പലതരത്തിലുള്ള ഫുഡുകളാണ് ഓരോ ജീവജാലങ്ങളും കഴിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡ് ദാറ്റ് ദേ ഈറ്റ്. ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, കഴിക്കുന്നത് ഏതൊക്കെയാ? വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്. ഇവിടെ ചിത്രം കാണുന്നില്ലേ? ഗോട്ട്, ആട് അല്ലെ. ആടിന്റെ പ്രധാനമായിട്ടുള്ള ഫുഡ് ഏതാണ്? നമുക്കറിയാം ആട് എന്തൊക്കെയാണ് ഫുഡായിട്ട് കഴിക്കുക. ഗ്രാസ്, പുല്ല് കഴിക്കും. പിന്നെ എന്താ കഴിക്കുക? പിന്നെ ജാക്ക് ഫ്രൂട്ട് ലീവ്സ് അല്ലെ, അതായത് പ്ലാവില. ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഗോട്ട് കഴിക്കുക. ഗോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹെർബിവോറസ് ആണോ കാർണിവോറസ് ആണോ? എന്താ ഹെർബിവോറസ് കാർണിവോറസ് നിങ്ങൾക്ക് അറിയോ? ഹെർബിവോറസ് എന്ന് വെച്ചാൽ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് അല്ലെ, പ്ലാന്റ്സ്, അങ്ങനെ ഗ്രാസ്, പ്ലാന്റ്സ് ചെടികൾ മാത്രമേ കഴിക്കുള്ളൂ. അത് മറ്റേ എന്താണ്, ഫ്ലഷ്, ഈ നമ്മുടെ മീറ്റോ ഫ്ലഷ് ഒന്നും കഴിക്കില്ല. ഫ്ലഷ് എന്ന് വെച്ചാൽ ഇറച്ചി, അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. എന്താണ്, മറ്റ് അനിമൽസിനെ വേട്ടയാടുക അങ്ങനെയൊന്നും ചെയ്യാത്തതാണ് ഹെർബിവോറസ്. അപ്പൊ മറ്റ് ഫ്ലഷ് ഒക്കെ കഴിക്കുന്ന നമ്മുടെ ടൈഗർ, ലയൺ ഒക്കെ പോലുള്ള അനിമൽസ് ആണ് കാർണിവോറസ് എന്ന് പറയുന്നത്. അപ്പൊ ഗോട്ട് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് മാത്രം കഴിക്കുന്ന അനിമൽ ആണ് അല്ലെ. അപ്പൊ ഗ്രാസും ജാക്ക് ഫ്രൂട്ട് ലീവ്സ് ഒക്കെയാണ് നമ്മുടെ ഗോട്ടിന്റെ മെയിൻ ഫുഡ്. ആൻഡ് വിച്ച് അതർ ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്. അപ്പൊ പാർട്സ് ഓഫ് പ്ലാന്റ്സിന്റെ മറ്റ് ഭാഗങ്ങളൊക്കെ ആഹാരമാക്കുന്ന വേറെ ഏതൊക്കെ ക്രിയേച്ചേഴ്സ് ഉണ്ട്? ഫൈൻഡ് ആൻഡ് റൈറ്റ്, അത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. അതായത് മറ്റ് ഹെർബിവോറസ് അനിമൽസിന്റെ പേരുകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. പ്ലാന്റ് ഈറ്റിംഗ് അനിമൽസ്, ചെടികൾ മാത്രം ഭക്ഷണമായി കഴിക്കുന്ന അനിമൽസിന്റെ പേരാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? ഡിയർ എഴുതിയിട്ടുണ്ട് അല്ലെ, മാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതാ? റാബിറ്റ്, മുയലുണ്ട്. പിന്നെ നമുക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും? കൗ. അതുപോലെ അടുത്തത് ഗോട്ട്. നെക്സ്റ്റ്, ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ്. എന്താണ് ഹാബിറ്റേറ്റ് എന്ന് വെച്ചാൽ വാസസ്ഥലം എന്നാണ് പറയാ. ഇപ്പൊ ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ്. ഒബ്സർവ് ദ പിക്ചർ. ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആദ്യം ഒന്ന് നോക്കിക്കേ, വേഗം നോക്കൂ. എന്തൊക്കെയാണ് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? റൈറ്റ് ഡൗൺ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. അതന്നെയാണ് നമ്മൾ ഇവിടെ എഴുതാൻ പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ജീവികളുടെ പേര്, ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ ചിത്രത്തിൽ കാണുന്ന ജീവികളുടെ പേരാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നമുക്ക് ആദ്യം ഇത് എഴുതാം. എന്തൊക്കെയുണ്ട്? ക്രെയിൻ എന്ന് വെച്ചാൽ എന്താ? കൊക്ക് അല്ലെങ്കിൽ കൊറ്റി അല്ലെ.
പിന്നെ ക്രോനെ കണ്ടില്ലേ, ക്രോ, ക്രാബ്, ഇവിടെ ഈ ഇല്ല കേട്ടോ, CRAB ആണ്. ക്രാബ് എന്ന് വെച്ചാൽ എന്താ, ഞണ്ട്. പിന്നെ ഫ്രോഗ്, ഫിഷ്, ടോർട്ടോയ്സ് ആരാ, ആമ. സ്നെയിൽ എന്ന് വെച്ചാൽ ഒച്ച്. ഗ്രാസ് ഹോപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ആരാണ്, ഇതാ അവിടെ ഉണ്ട് അല്ലേ, ഗ്രാസ് ഹോപ്പർ ഇതാ. സ്നേക്ക്, പിന്നെ ഡ്രാഗൺ ഫ്ലൈ എന്ന് വെച്ചാൽ ആരാണ്, തുമ്പി. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ചിത്രത്തിൽ കാണുന്നില്ലേ. ഇവയിൽ വിച്ച് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്, നമ്മൾ എഴുതിയ ജീവികളില് ഇവയില് നമ്മുടെ പ്ലാന്റ്സ് മാത്രം ആഹാരമാക്കുന്ന ജീവികൾ എന്ന് വെച്ചാൽ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന അനിമൽസ് ഏതൊക്കെയാ, അവിടെ നമ്മൾ എഴുതിയില്ല. സ്മോൾ ഫിഷ്, നമ്മൾ ഇവിടെ സ്മോൾ ഫിഷ് എഴുതിയില്ല അല്ലെ, സ്മോൾ ഫിഷ് ഉണ്ട് അല്ലെ, ഇതാ ചിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന അനിമൽസ്, സ്മോൾ ഫിഷ് ഉണ്ട്. പിന്നെ എന്തൊക്കെ എഴുതാം, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, വേം എന്ന് വെച്ചാൽ പുഴു, ഇതെല്ലാം എന്താണ്, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന അനിമൽസ് ആണ്. ആൻഡ് വിച്ച് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ സ്മോൾ ഫിഷ്, ഈ സ്മോൾ ഫിഷിനെ കഴിക്കുന്ന, അതായത് ചെറിയ മീനുകളെ കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ, ഏതൊക്കെയാണ് ചെറിയ മീനുകളെ ആഹാരമാക്കുന്ന മറ്റു ജീവികൾ ഏതൊക്കെയാ, സ്നേക്ക് ഉണ്ട്, പിന്നെ ക്രെയിൻ എന്ന് വെച്ചാൽ കൊക്ക് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, സ്മോൾ ഫിഷിനെയാണ് കഴിക്കുന്നത്. എവരി ക്രിയേച്ചർ ഇൻ ദ പിക്ചർ ഫീഡ്സ് ഓൺ സം അതർ ഓർഗാനിസം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന ഓരോ ജീവിയും എന്തിനെയൊക്കെയാണ് ആഹാരമാക്കുന്നത്, എന്തൊക്കെയാണ് കഴിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലേ. സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്, ചെറിയ മീനുകൾ എന്ത് കഴിക്കുന്നു, പ്ലാന്റ്സ് കഴിക്കുന്നു. ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷ്, ആ ചെറിയ മീനുകളെ ആരാണ് കഴിക്കുന്നത്, ലാർജ് ഫിഷസ്, വലിയ മീനുകൾ കഴിക്കുന്നു അല്ലെ. ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ്, അതുപോലെ മീനുകളെ ആര് പിടിക്കുന്നു, ആര് കഴിക്കുന്നു, ക്രെയിൻസ്, കൊക്കുകൾ കഴിക്കുന്നു. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ഇൻ ദ ഫീൽഡ്. ഇവിടെ തന്നിരിക്കുന്നത് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താ, ഫീൽഡ് എന്ന് വെച്ചാൽ വയൽ. അപ്പൊ വയലിലുള്ള കുറെ ജീവികളെ വെച്ചിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ ഇത് ഈ ഇല്ലുസ്ട്രേഷൻ ആണ് തന്നിരിക്കുന്നത്. അതായത് ഫീൽഡ്, നമ്മുടെ വയലിൽ കാണുന്ന ജീവികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, 2 എഴുതാൻ വിട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ, ഇങ്ങനെ നമ്മൾ എഴുതുന്നത് നമ്മൾ എന്താ പറയാ, ഫുഡ് വെബ് എന്നാണ് പറയാ കേട്ടോ. ഫുഡ് വെബ് നമ്മൾ ഇനി വരും പേജുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ പ്ലാന്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലാന്റ് ആരൊക്കെ കഴിക്കും, പ്ലാന്റ് നമ്മൾ പറഞ്ഞു സ്മോൾ ഫിഷ് കഴിക്കും. പിന്നെ ആര് കഴിക്കും പറഞ്ഞു, വേം കഴിക്കും. ഇനി ആരാ പ്ലാന്റ് കഴിക്കുക, ഗ്രാസ് ഹോപ്പർ അല്ലെ, ഗ്രാസ് ഹോപ്പർ കഴിക്കും. പിന്നെ അടുത്തത് സ്മോൾ ഫിഷിന് 2 ആരോ പോയിരിക്കുന്നത് കണ്ടോ, അതായത് സ്മോൾ ഫിഷിനെ ആരൊക്കെയാണ് കഴിക്കുക, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്മോൾ ഫിഷിനെ ആരൊക്കെ കഴിക്കുക, ലാർജ് ഫിഷ് കഴിക്കും, ഫ്രോഗ് കഴിക്കും. ഫ്രോഗ് എന്ന് വെച്ചാൽ തവള. ഓക്കെ, പിന്നെ അടുത്ത് നോക്കൂ, ഈ ലാർജ് ഫിഷിനെയും ഫ്രോഗിനെയും ആരാണ് കഴിക്കുന്നത്, ക്രെയിൻ കഴിക്കുന്നു അല്ലെ, അതായത് കൊക്ക് കഴിക്കും. അടുത്തത് വേമിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ആരോ പോയിട്ടുണ്ട്. അപ്പൊ വേമിനെ കഴിക്കുന്ന വേറൊരു ജീവിയുടെ പേരാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. വേമിനെ കഴിക്കുന്നത് ആരെ എഴുതാം, നമുക്ക് ക്രാബ് എഴുതാം അല്ലെ, അതായത് നമ്മുടെ ഞണ്ട്. അല്ലെങ്കിൽ നമുക്ക് ക്രോ എഴുതാം. അങ്ങനെ വേമിനെ കഴിക്കുന്ന ഇവർ ഏത് ജീവി വേണമെങ്കിലും നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അടുത്തത് ലിങ്ക്ഡ് ടുഗദർ. ഡിയർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മൾ ഇത്ര നേരം പഠിച്ചത് എന്ത് മനസ്സിലായി, ഡിയറും റാബിറ്റും ഗ്രാസ് ഹോപ്പറും മാനും മുയലും അതുപോലെ പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ എന്ന് വെച്ചാൽ പുൽച്ചാടിയും എന്താന്ന് മനസ്സിലായി, പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സ് ആണ്, അതായത് ചെടികൾ മാത്രം കഴിക്കുന്ന ആഹാരമാക്കുന്ന ജീവികളാണ്. കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് that feed on, അതായത് പ്ലാന്റ്സ് കഴിക്കുന്ന അനിമൽസ് ആണ് ഡിയറും റാബിറ്റും ഗ്രാസ് ഹോപ്പറും. ഈ ഡിയറിനെയും റാബിറ്റിനെയും ഗ്രാസ് ഹോപ്പറിനെയും കഴിക്കുന്ന മറ്റു ജീവികളാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതായത് ഡിയറിനെ കഴിക്കുന്ന വേറൊരു അനിമലിന്റെ പേരാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ആരാണ് ഡിയറിനെ കഴിക്കുന്നത്, ലയൺ എഴുതുക അല്ലെ. അടുത്തത് റാബിറ്റിനെ കഴിക്കുന്നത് ടൈഗർ, ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ഫ്രോഗ്. മനസ്സിലായില്ലേ. Present the completed food relationship in the class. Expand the food relationship by adding more organisms and illustrate in the science diary. അപ്പോൾ ഇത് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അടുത്തത് ലിവിംഗ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. നോക്കട്ടെ എന്ത് മനസ്സിലായി നോക്കി, ഇവിടെ ഈ സെന്റൻസ് ശ്രദ്ധിച്ച് നോക്കിക്കേ. ലിവിംഗ് എന്താണ്, നമ്മുടെ ലിവിംഗ് ബീങ്സ് എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നു, ലിവിംഗ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ഓരോ ജീവജാലങ്ങളും ആഹാരത്തിനായിട്ട് എന്ത് ചെയ്യുന്നു, പരസ്പരം ആശ്രയിക്കുന്നു, ഒന്നിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ലയൺ ഡിയറിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡിയർ ആണെങ്കിലോ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ലിവിങ് തിങ്സ് വേറൊരു ലിവിങ് തിങ്സിനെ ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദി ഫുഡ് വെബ്. അങ്ങനെ പരസ്പരമുള്ള ഈ ഒരു ബന്ധത്തെ, ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ നമ്മൾ എന്ത് പറയുന്നു, ഫുഡ് വെബ് എന്ന് പറയുന്നു. എന്താ പറയുന്നത്, ഫുഡ് വെബ്. കണ്ടില്ലേ ഫുഡ് വെബ് എന്ന് എഴുതിയിരിക്കുന്നത്, ഇതാ ഫുഡ് വെബ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഫുഡ് വെബ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ എന്താണ് ഫുഡ് വെബ് നമ്മൾ പഠിച്ചു, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫുഡ് വെബ് എന്താണ് നമ്മളിപ്പോ പഠിച്ചത്, ലിവിംഗ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്,
ഭക്ഷണത്തിന് വേണ്ടി ഒന്ന് പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ആ പരസ്പരമുള്ള ആശ്രയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഇന്റർ റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത്, ഫുഡ് വെബ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, ഒരു ഇല്ലുസ്ട്രേഷൻ കണ്ടില്ലേ. നെക്സ്റ്റ്, കോഎക്സിസ്റ്റൻസ് അറ്റ് ദ സി. അപ്പൊ നമ്മൾ ഇപ്പൊ ലാൻഡിലുള്ള ഫുഡ് റിലേഷൻഷിപ്പ് പഠിച്ചു അല്ലെ, ഏതൊക്കെ ജീവികൾ ഏതിനെയൊക്കെ ഫുഡിനായി ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഇത്ര നേരം നമ്മൾ പഠിച്ചത് ലാൻഡിലത്തെ കാര്യമാണ്, കരയിലെ കാര്യമാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് കടലിലെ കാര്യമാണ്, വാട്ടറിലെ. ഇൻ ദിസ് വേ ദ സീ ഓൾസോ ഹാസ് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. ഇതുപോലെ തന്നെ കടലിലും എന്തുണ്ട്, ഫുഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, കുറെ കടലിലെ ജീവികളുടെയാണ് കേട്ടോ തന്നിരിക്കുന്നത്. കടലിലെ ജീവികളാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇത് എന്താണ്, ഷാർക്കാണ്. ഷാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സ്രാവ്. ഓക്കെ, ഇതെന്താ, ഇത് സർഡിൻ എന്ന് പറയുന്ന ഒരു ഫിഷ് ആണ്. നമ്മുടെ മത്തിയൊക്കെ പോലുള്ള ഒരു മീനാണിത്. മത്തി തന്നെയാണ്, ഇംഗ്ലീഷ് സർഡിൻ എന്ന് പറയും. ഇത് നമ്മുടെ സ്മോൾ ഫിഷസ് ആണ്, ചെറിയ മീനുകൾ അല്ലെ. പിന്നെ ഇത് സീ ടേർട്ടിൽ വെച്ചാൽ കടലാമ. പിന്നെ ഇതാണ് പ്ലാങ്ക്ടൺ. പ്ലാങ്ക്ടൺ എന്ന് മലയാളത്തിൽ നമ്മുടെ പ്ലവകങ്ങൾ എന്ന് പറയും. ഇതൊക്കെ കടലിൽ കാണുന്ന ജീവജാലങ്ങളാണ്. See some sea creatures are shown in the picture. Look at the information in the table below and draw a food web that include this organization. ഇവിടെ നോക്കൂ, നിങ്ങൾ പ്ലാങ്ക്ടൺ ചിത്രത്തിൽ കണ്ടില്ലേ, എന്താ പ്ലാങ്ക്ടൺ, ഇതാണ്ടോ പ്ലാങ്ക്ടൺ. എന്താ പ്ലാങ്ക്ടൺ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ, പ്ലാങ്ക്ടൺ ആർ സ്മോൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. അതായത് നമ്മുടെ വാട്ടർ ബോഡീസ്, വെള്ളങ്ങളിലൊക്കെ എങ്ങനെയാ കാണുക ഈ പ്ലാങ്ക്ടനെ കാണുക വെച്ചാൽ, വളരെ ചെറിയ പ്ലാന്റ്സ് ആണ്, സ്മോൾ പ്ലാന്റ്സ് ആണ്. അതിങ്ങനെ പാറിക്കിടക്കും, വെള്ളത്തിന് മേലെ ഇങ്ങനെ പാറിക്കിടക്കും. അങ്ങനെയുള്ളതാണ് എന്താണ്, വളരെ ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളാണ്, ചെറിയ ചെറിയ ചെടികളാണ് പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. Okay, they are the producers in the habitat system of the ocean. അപ്പോൾ ഇതുപോലുള്ള ഓഷ്യനിലും അതുപോലെ സീലൊക്കെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ആണ്. അത് നമ്മൾ ഒരു ഫുഡ് ചെയിൻ എഴുതുകയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, പ്ലാങ്ക്ടൺ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ പഠിച്ചിരുന്നു, അത് പ്ലാന്റ്സിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാസ് അങ്ങനെയുള്ള നിന്നാണ് ഇവിടെ നമ്മൾ ഓരോ ഫുഡ് ചെയിനും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓഷ്യനിലാണെങ്കിൽ സാധാരണ പ്ലാങ്ക്ടൺ ആണ് എപ്പോഴും എന്താവുന്നത്, പ്രൊഡ്യൂസർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ട ഓഷ്യനിൽ കടലിൽ കാണുന്ന സീൽ കാണുന്ന ഓർഗാനിസംസും ആ ഓരോ ഓർഗാനിസം എന്തിനൊക്കെയാണ് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ഈ ടേബിളിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ സ്രാവ് ഫസ്റ്റ് വൺ, അത് ഷാർക്കാണ്. ഷാർക്ക് എന്തിനൊക്കെ ഫുഡായി കഴിക്കും, സ്ക്വിഡ്, ഫിഷസ്, സീ ടേർട്ടിൽ. സ്ക്വിഡ് എന്ന് വെച്ചാൽ കണവ, പിന്നെ മീനുകള്, സീ ടേർട്ടിൽ കടലാമന്, പിന്നെ സർഡിൻ മത്തി എന്തിനൊക്കെയാണ് ഫുഡായി കഴിക്കുന്നത്, സ്മോൾ ഫിഷസ് അതിനേക്കാളും ചെറിയ മീനുകൾ അല്ലെ. പിന്നെ പ്ലാങ്ക്ടണിയും, പിന്നെ കടലാമ സീ ടേർട്ടിൽ പ്ലാന്റ് പാർട്സും കഴിക്കും. അതേപോലെ തന്നെ ഫിഷസും, സ്മോൾ ഫിഷസ് പ്ലാങ്ക്ടനെയാണ് കഴിക്കുക. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കാൻ പറയുന്നത്, ഒരു ഫുഡ് വെബ് ഉണ്ടാക്കാൻ പറയുന്നത്. ഫുഡ് ചെയിൻ അല്ല, ഫുഡ് ചെയിനും ഫുഡ് വെബും തമ്മിൽ വ്യത്യാസം നമ്മൾ ഇനിയുള്ള പേജസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഫുഡ് ചെയിൻ, കുറെ ഫുഡ് ചെയിനുകൾ ചെയ്തതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാക്കാൻ പറയുന്നത് ഇതെല്ലാ ജീവികളും വരുന്ന ഒരു ഫുഡ് വെബ് ആണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞ എപ്പോഴും പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ രണ്ട് പ്ലാന്റ്സ് പറയുന്നുണ്ട്, ഒന്ന് പ്ലാന്റ് പാർട്സും പറയുന്നുണ്ട്, പിന്നെ പ്ലാങ്ക്ടണും പറയുന്നുണ്ട്. അപ്പൊ രണ്ടും നമുക്ക് പ്രൊഡ്യൂസർ ആയിട്ട് എടുക്കാം. ഇനി ഇവിടുന്ന് പ്ലാങ്ക്ടനെ കഴിക്കുന്നത്, അതായത് പ്ലാങ്ക്ടനെ ഏതൊക്കെ ജീവികൾ കഴിക്കും എന്നാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്മോൾ ഫിഷസ് കഴിക്കും. പിന്നെ പ്ലാന്റ് പാർട്സ് ആരാ കഴിക്കുക, സീ ടേർട്ടിൽ കഴിക്കുന്നത് കണ്ടു അല്ലെ. ഇതെല്ലാം നമ്മൾ ടേബിൾ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പൊ സീ ടേർട്ടിലിനെ ആര് കഴിക്കും, എന്താണ് സീ ടേർട്ടിലിനെ ആര് കഴിക്കും എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, സ്മോൾ ഫിഷ് എന്താണ്, സ്മോൾ ഫിഷ് ആര് കഴിക്കും, സർഡിൻ കഴിക്കും. അതുപോലെ സ്മോൾ ഫിഷിനെ സ്ക്വിഡ് കഴിക്കും. പിന്നെ സീ ടേർട്ടിലിനെയും അതുപോലെ തന്നെ സ്മോൾ ഫിഷിനെയും ആരാ കഴിക്കുക, നമ്മുടെ സീ ടേർട്ടിലിനും സ്മോൾ ഫിഷിനെയും ലാസ്റ്റ് നമ്മൾ വരുന്നത് ഷാർക്കിലേക്കാണ് വരുന്നത് അല്ലെ, ഷാർക്കിലേക്ക്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ, ഇങ്ങനെ നമ്മൾ എഴുതുന്നതാണ് എന്ത് പറയുന്നത്, ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡ് വെബ് എന്ന് പറയുന്നത് സ്മോൾ ഫിഷ് പ്ലാങ്ക്ടനെ കഴിക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, സീ ടേർട്ടിൽ ആണെങ്കിലോ പ്ലാന്റ് പാർട്സ് കഴിക്കും. അതേപോലെ തന്നെ ഫിഷസിനെയും കഴിക്കും. ഓക്കെ, ഫിഷസിനും കഴിക്കും. പിന്നെന്താണ് അടുത്തത്, ഇതുപോലെ സർഡിൻ ആണെങ്കിൽ സ്മോൾ ഫിഷസിനെ കഴിക്കും, പ്ലാങ്ക്ടനെ കഴിക്കും, ഷാർക്ക്, സ്ക്വിഡ്, ഫിഷസ്, സീ ടേർട്ടിൽ. നെക്സ്റ്റ്, so many food relationships. Observe a tree in your surroundings continuously for a few days. Draw a food web in your science diary that include the organization you observed. അപ്പോൾ നമ്മൾ തന്നെ ഫുഡ് വെബ് എങ്ങനെ എഴുതുന്നത് പഠിച്ചില്ലേ, കുറെ ഫുഡ് ചെയിനുകൾ ചെയ്യുന്നതാണ് ഫുഡ് വെബ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒബ്സർവ് ചെയ്ത് എഴുതാൻ പറഞ്ഞതാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലും നമ്മുടെ സറൗണ്ടിങ്ങിൽ കാണുന്ന ഏതെങ്കിലും ഒരു മരം നിങ്ങൾ കുറെ ദിവസം എന്ത് ചെയ്യുക, അത് ഒബ്സർവ് ചെയ്തിട്ട് അത് റിലേറ്റ് ചെയ്ത് ആ മരത്തിൽ ഏതൊക്കെ ജീവികൾ ജീവിക്കുന്നു, ആ ജീവി എന്താണ്, ആ ജീവികൾ കഴിക്കുന്ന ഫുഡ് എന്താണ്, അതൊക്കെ നമ്മൾ
ഒബ്സർവ് ചെയ്തിട്ട് ഒരു ഫുഡ് വെബ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ചുറ്റുള്ള ഏതെങ്കിലും മരത്തിനെയൊക്കെ നിരീക്ഷിച്ചിട്ട് ഒരു ഫുഡ് വെബ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഫോർ സർവൈവൽ ഒബ്സർവ് ദ പിക്ചർ. ഈ ചിത്രം നോക്കിക്കേ, ഇല്ലുസ്ട്രേഷൻ 1.3 ചിത്രം നോക്കിക്കേ, ഒബ്സർവ് ചെയ്തേ. ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂൾ? ഈ പൂളില് ഈ കുളത്തില് ഒരു മീനെ കണ്ടില്ലേ? ഇതല്ലേ ഒന്നല്ല, അല്ലെ കുറെ മീനുകളുണ്ട് അല്ലെ, 2 മീനിനെ കണ്ടില്ലേ? ആൻഡ് വാട്ട് കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? ഈ മീനുകൾക്ക് നിലനിൽക്കാൻ, അതായത് ജീവിക്കാൻ എന്തിനേക്കാൾ മീനുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതായത് സർവൈവ് ചെയ്യാൻ, ജീവിക്കാൻ എന്തെല്ലാം ആവശ്യമാണ്? സൺലൈറ്റ് വേണം അല്ലെ, സൂര്യപ്രകാശം വേണം, സൺലൈറ്റ് വേണം. പിന്നെ അക്വാട്ടിക് പ്ലാന്റ്സ്, നമ്മൾ പറഞ്ഞു സ്മോൾ ഫിഷസ് എന്തൊക്കെ കഴിക്കും? ഫിഷസ് എന്തൊക്കെ കഴിക്കും? സ്മോൾ പ്ലാന്റ്സിനെയൊക്കെ കഴിക്കും എന്ന് പറഞ്ഞു അല്ലെ, അതായത് നമ്മൾ വെള്ളത്തിൽ വളരുന്ന ചെടികളൊക്കെ കഴിക്കും. അപ്പൊ അക്വാട്ടിക് പ്ലാന്റ്സ് വേണം. പിന്നെ എന്തൊക്കെയാ വേണ്ടത്? ഫിഷിന് വെള്ളത്തിൽ സർവൈവ് ചെയ്യാൻ എന്തൊക്കെ വേണം? ഓക്സിജൻ വേണം, പിന്നെ വാട്ടറും വേണം അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഫിഷിന് സർവൈവ് ചെയ്യാൻ ആവശ്യമുള്ള കോമ്പോണൻസ്. ഓക്കെ, നെക്സ്റ്റ്, don't you think other organisms in the pond also need these components to survive? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മുടെ കുളത്തിലെ മീനുകൾക്ക് മാത്രം ഈ ഓക്സിജനും വാട്ടറും സൺലൈറ്റും മതിയോ? പോരാ അല്ലെ. ആ കുളത്തിലെ മറ്റു ജീവികൾക്കും, കുളത്തിൽ വസിക്കുന്ന മറ്റു ജീവികൾക്കും ഈ പറഞ്ഞ എല്ലാം തന്നെ, ഈ പറഞ്ഞ നമ്മൾ എഴുതിയ കോമ്പോണൻസ് എല്ലാം തന്നെ ആവശ്യമാണ്. കാറ്റഗറൈസ് ആൻഡ് ലിസ്റ്റ് ദ കോമ്പോണൻസ് ഓഫ് ദ പോണ്ട്. പോണ്ടിലുള്ള കോമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പോകുന്നത്. എന്താ ലിവിങ് തിങ്സ്? എന്താണ് ഇവിടെ ലിവിങ് തിങ്സ് ഉണ്ട്, ദ നോൺ ലിവിങ് തിങ്സ്. എന്താണ് ലിവിങ് തിങ്സ്, എന്താണ് നോൺ ലിവിങ് തിങ്സ്? ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്ത് പറയും? ജീവനുള്ള എല്ലാത്തെയും നമ്മൾ ലിവിങ് തിങ്സ് എന്ന് പറയും. ജീവൻ ഇല്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുക? നോൺ ലിവിങ് തിങ്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റി ആണ് കേട്ടോ എഴുതേണ്ടത്, നമ്മൾ ക്വാണ്ടിറ്റി ആണ് എഴുതേണ്ടത്. പോണ്ടില് ജീവനുള്ളവയ്ക്ക് ഇവിടെ എഴുതുക, ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ ഇവിടെ എഴുതുക. എന്തൊക്കെ എഴുതാൻ പറ്റും? ലിവിങ് തിങ്സിൽ ഡക്ക് എഴുതാം, ക്രെയിൻ, ക്രാബ്, സ്നെയിൽ, ഫിഷ്, ഗ്രാസ് ഹോപ്പർ, ടോർട്ടോയ്സ്, സ്നേക്ക്, ഇതൊക്കെ നമുക്ക് പോണ്ടിൽ കാണാൻ കഴിയും. എന്താണ് നോൺ ലിവിങ് തിങ്സിൽ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? എയർ, വാട്ടർ, സാൻഡ്, സ്റ്റോൺ. ഓക്കെ, നെക്സ്റ്റ് ദ ഹാബിറ്റേറ്റ്. പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ. A paddy field is an environment that contains all the components necessary for the existence of various organisms. അതായത് ഒരുപാട് നിരവധി ജീവികൾക്ക് ജീവിക്കാനുള്ള എല്ലാ ഘടകങ്ങളും, എല്ലാ കോമ്പോണൻസും അടങ്ങിയിട്ടുള്ള ഒരു ചുറ്റുപാടായിരിക്കും എവിടെ? പാഡി ഫീൽഡിൽ, വയലിൽ അല്ലെ. Apart from fish, it is also a habitat to many other creatures. അപ്പോൾ പാടങ്ങളിൽ എന്തുണ്ടാവും? വയലുകളിലൊക്കെ മീനുകളൊക്കെ ഉണ്ടാവും അല്ലെ, ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ മീനുകൾ മാത്രമാണോ ഉള്ളത്? അല്ല, വേറെയും ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ടാവും പാഡി ഫീൽഡിൽ. ഓക്കെ, ഇത് പാഡി ഫീൽഡിലത്തെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ആർ ദർ എനി അതർ ഹാബിറ്റേറ്റ് ലൈക്ക് ദിസ് അറൗണ്ട് us? അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾ ഒരു ഹാബിറ്റേറ്റ് ആണ് എന്ത്? പാഡി ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റേറ്റ് ആണ്. അപ്പൊ ഇതുപോലെ പല ജീവികളും, ഒരുപാട് ജീവികൾ പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വേറെയുള്ള ഇതുപോലെ ഹാബിറ്റേറ്റ്സ് ഉണ്ടോ? ഉണ്ടല്ലേ. പാഡി ഫീൽഡ് മാത്രമാണോ? അല്ല. പിന്നെ നമുക്ക് എന്ത് ഒരു ഹാബിറ്റേറ്റ് ആയിട്ട് പറയാൻ പറ്റും? പോണ്ട് അല്ലെ. പോണ്ട് എന്താണ്? ഒരു ഹാബിറ്റേറ്റ് ആണ്. പോണ്ട് ഒരു ഹാബിറ്റേറ്റ് ആണ്. ഒബ്സർവ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം, അതായത് ബയോഡൈവേഴ്സിറ്റി ഗാർഡനെ ഒബ്സർവ് ചെയ്യാനാണ് പറയണത്. അപ്പൊ ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ പറയണത്? ഒബ്സർവ് ചെയ്തിട്ട് നമ്മള് the biodiversity garden is a habitat to many creatures. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? അവിടെ ആ ഗാർഡനിൽ ഒരുപാട് ജീവികൾ ഉണ്ടാവും. അപ്പൊ അതെന്തൊരു ഹാബിറ്റേറ്റ് ആണ്. അപ്പൊ അത് ഏതൊക്കെ ജീവികളാണെന്നാണ് ചോദിക്കുന്നത്. വിച്ചാർഡ്, നിങ്ങൾക്ക് എന്തൊക്കെ ഏതൊക്കെ ജീവികളെയാണ് അവിടെ കാണാൻ കഴിയുക? നമ്മളൊരു ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ജീവികൾ ഉണ്ടാവും? ഒരുപാട് ജീവികൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബട്ടർഫ്ലൈസ് ഉണ്ട്, ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്. ഇതെല്ലാം തന്നെ ആ എന്താണ് ബയോഡൈവേഴ്സിറ്റി ഗാർഡനിലുള്ളതാണ്. ആൻഡ് വാട്ട് ആർ ദ ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദ പ്രസൻസ് ഓഫ് ദ വേരിയസ് ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ? അപ്പൊ ഈ ജീവികൾക്കെല്ലാം നിലനിൽക്കാൻ അനുകൂലമായിട്ടുള്ള, ഫേവറബിൾ ആയിട്ടുള്ള എന്തൊക്കെ സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈസ് ഒക്കെ വരണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? തീർച്ചയായിട്ടും ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ. ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കണം, ബട്ടർഫ്ലൈസ് വരുന്ന പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം. ഗ്രാസ് ഹോപ്പർ അവിടെ ഉണ്ടായിരിക്കണം, നിറയെ പ്ലാന്റ്സും അതിനുള്ള ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം അല്ലെ. അടുത്ത ഒബ്സർവ് ആൻഡ് പ്രിപ്പയർ നോട്ട്. അപ്പൊ ഇതുപോലെ ഒരു ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഒബ്സർവ് ചെയ്തിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒബ്സർവേഷൻ നോട്ട് എങ്ങനെ എഴുതേണ്ടത്? അതിന് എന്തൊക്കെ വേണം? ആദ്യം എയിം ഓഫ് ഒബ്സർവേഷൻ എഴുതണം. പിന്നെ മെറ്റീരിയൽസ്, എന്തൊക്കെ ആവശ്യമാണ് ആ മെറ്റീരിയൽസ് എഴുതുക. കണ്ടീഷൻസ് ഓഫ് ഒബ്സർവേഷൻ എഴുതുക. ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ. Okay, present a role play in your class involving living and non-living things in a biodiversity garden.
അപ്പോൾ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കും, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം. എന്താണ് ചോദ്യം? എന്താ? Living things can exist only by depending on non-living things. Do you agree with this statement? Why? എന്താ ചോദ്യം? എന്താണ്? Living things can exist only by depending on non-living things. അതായത് ജീവൻ ഇല്ലാത്ത ഘടകങ്ങളെ ആശ്രയിക്കുക, ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ലിവിങ് തിങ്സിന് ജീവിക്കാൻ കഴിയൂ. ജീവനില്ലാത്ത വസ്തുക്കളെ, ജീവനില്ലാത്ത ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ലിവിങ് തിങ്സിന് ജീവിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? വൈ? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? തീർച്ചയായിട്ടും എഗ്രി ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം എന്താണ്? ലിവിങ് തിങ്സിന് നോൺ ലിവിങ് തിങ്സ് ഇല്ലാതെ ജീവിക്കാൻ കഴിയും. നമ്മൾ പറഞ്ഞ നോൺ ലിവിങ് തിങ്സിൽ നമ്മൾ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? എയർ, വാട്ടർ ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലെ, സോയില്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ, എയറും വാട്ടറും ഒക്കെ ഇല്ലാതെ ലിവിങ് തിങ്സിന് ജീവിക്കാൻ കഴിയോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. ആൻസർ എന്താണ്? യെസ്, ഐ എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് living things needs non-living things to survive. Without food, water and air, living things die. Sunlight, water and soil are also important for living things. Both living and non-living things depend each other. രണ്ടും പരസ്പരം, ലിവിങ് ആയാലും നോൺ ലിവിങ് തിങ്സ് ആയാലും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് every living things has a suitable habitat. Discuss with your friends. Can you suggest a suitable definition for habitat? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ ജീവികൾക്കും എന്താണ്? ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു ഹാബിറ്റേറ്റ് ഉണ്ട് അല്ലെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാബിറ്റേറ്റ് ഉണ്ട്. ആൻഡ് ക്യാൻ യു സജസ്റ്റ് എ സ്യൂട്ടബിൾ ഡെഫിനിഷൻ ഫോർ ഹാബിറ്റേറ്റ്? അപ്പൊ ഹാബിറ്റേറ്റിന് ഒരു എന്തുണ്ടാക്കാൻ, ഒരു ഡെഫിനിഷൻ എഴുതാനാണ് പറയുന്നത്. നമുക്ക് എന്ത് എഴുതാം? ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ഓർഗാനിസംസ് ലീവ്സ് ആർ കോൾഡ് ഇറ്റ്സ് ഹാബിറ്റേറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാബിറ്റേറ്റിന്റെ ഡെഫിനിഷൻ. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാബിറ്റേറ്റ്. ഇവിടെ നമുക്ക് ചിത്രം നോക്കിക്കേ. 1.6 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. വാട്ട് ആർ ദ ഹാബിറ്റേറ്റ് ഷോൺ ഹിയർ? ഇവിടെ 4 ഹാബിറ്റേറ്റിന്റെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ആ പേരുകളാണ് എഴുതേണ്ടത്. നമുക്ക് ഇത് ഗ്രാസ് ലാൻഡ് ആണ്, ഇത് ഡെസേർട്ട് മരുഭൂമിയാണ്, ഇത് എന്താണ്? മാംഗ്രോവ്സ് ആണ്. പിന്നെ അടുത്തത് കോൾഡ് റീജിയൻസ്. ഇത് ഹാബിറ്റേറ്റ്സ് ആണ് കേട്ടോ. അടുത്തത് ഫുഡ് കാർഡ്. ദ ഫുഡ് കാർഡ് ഓഫ് 2 creatures are shown in the picture. 2 ജീവികളുടെ ഫുഡ് കാർഡാണ് തന്നിട്ടുണ്ട്. ക്രോയിനെയും തന്നിട്ടുണ്ട്, ഗോട്ടിനെയും തന്നിട്ടുണ്ട്. നമുക്ക് ഫുഡ് കാർഡ് എങ്ങനെ എഴുതുക വെച്ചാൽ നമ്മൾ ഏതാണ് അനിമൽ, അതിന്റെ ചിത്രം, ആ ക്രിയേച്ചേഴ്സ് പറഞ്ഞാൽ അതിന്റെ പേര് എഴുതുക. അത് എന്തിനൊക്കെ അത് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫുഡായിട്ട് എന്തൊക്കെ കഴിക്കും, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇൻ ദിസ് വേ പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് 2 other creatures. ഇതുപോലെ നിങ്ങൾ എന്ത് എഴുതാനാ പറയുന്നത്? വേറെ ഏതെങ്കിലും 2 ജീവികളുടെ ഫുഡ് കാർഡാണ് എഴുതാൻ പറയുന്നത്. നമ്മളിവിടെ എന്തൊക്കെ എഴുതി നോക്കിക്കേ. ടൈഗർ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡിയറിനെ എഴുതിയിട്ടുണ്ട്. ടൈഗർ എന്തൊക്കെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യും? ബേർഡ്സ്, ഫിഷ്, റോഡൻസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്. നമ്മുടെ എന്താണ് ഡിയർ ആണെങ്കിൽ ഫുഡിന് വേണ്ടി ഗ്രാസ്, ലീവ്സ്, പ്ലാന്റ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇതുപോലെ ഏതെങ്കിലും 2 ജീവികളുടെ ഫുഡ് കാർഡുകൾ എഴുതുക. നെക്സ്റ്റ്, what happen if the number go up or down? അപ്പൊ ഇത് കണ്ടില്ലേ, ഒരു ഫുഡ് വെബാ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ നമ്പർ, അതിന്റെ പോപ്പുലേഷൻ കൂടുകയോ കുറയുകയോ ചെയ്താൽ എന്താണ് സംഭവിക്കുക? അപ്പൊ ഈ ഫുഡ് വെബ് നോക്കിക്കേ. ഇവിടെ എന്താ നമുക്ക് കാണുന്നത്? പ്ലാന്റ്, ഗ്രാസ് ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഹെന്ന്, ഫോക്സ്, ടൈഗർ. പിന്നെ ആരാ? ഗ്രാസിന് ആര് കഴിക്കുന്നു? ബൈസൺ. ബൈസൺ വെച്ചാൽ കാട്ടുപോത്താണ്. ബൈസൺ ആര് കഴിക്കുന്നു? ടൈഗർ കഴിക്കുന്നു. പിന്നെ ഗ്രാസിന് ആര് കഴിക്കും? ഡിയർ കഴിക്കും. ഡിയറിന് ആര് കഴിക്കും? ടൈഗർ കഴിക്കും. ഇതാണ് ഇവിടെ 3 ഫുഡ് ചെയിൻ ആണുള്ളത് അല്ലെ. 3 ഫുഡ് ചെയിനും കൂടിയുള്ള ഒരു ഫുഡ് വെബ് ആണിത്. അപ്പൊ ഇവിടെ ചോദ്യങ്ങൾ നോക്കിക്കേ. What will happen if tigers disappear from this habitat? ഈ ഹാബിറ്റേറ്റ് നമ്മൾ ഈ കണ്ട ഇതൊരു ഹാബിറ്റേറ്റ് ആണ്. ഈ ഒരു ഹാബിറ്റേറ്റിൽ ടൈഗർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ടൈഗർ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? എന്ത് സംഭവിക്കും? ഇഫ് ടൈഗർ ഡിസപ്പിയർ ഫ്രം ദ ഹാബിറ്റേറ്റ്, ദി നമ്പർ ഓഫ് ഫോക്സസ്, ബൈസൺസ് ആൻഡ് ഡിയേഴ്സ് വിൽ ഇൻക്രീസ്. അപ്പൊ ഇതിന് ഫുഡ്, അതായത് നമ്മുടെ ടൈഗർ ഫുഡായി കഴിക്കുന്ന ഈ 3 ജീവികളുടെ എണ്ണം എന്ത് സംഭവിക്കും? കൂടും. ഫോക്സിന്റെയും അതുപോലെ ബൈസണും ഡിയറിന്റെയും എണ്ണം കൂടും. എണ്ണം കൂടുമ്പോൾ അവർ ഫുഡായി കഴിക്കുന്ന ജീവികളുടെ എണ്ണം എന്താവും? കുറയും അല്ലെ. ഒരുപാട് ടൈഗറും ഒരുപാട് ബൈസണും ഫോക്സും ഒക്കെ ആകുമ്പോൾ അത് ആരെയാണോ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ എണ്ണം എന്ത് സംഭവിക്കും? കുറയാൻ തുടങ്ങും. ആൻഡ് വിച്ച് ഓർഗാനിസംസ് വിൽ ഇൻക്രീസ് ഇൻ നമ്പർ? അപ്പൊ ഏതാണ് കൂടാൻ സാഹചര്യം കൂടുതൽ? അതായത് ഈ നമ്മുടെ ടൈഗർ ഡിസപ്പിയർ ആയി കഴിഞ്ഞാൽ വിച്ച് ഓർഗാനിസം വിൽ ഇൻക്രീസ് ഇൻ നമ്പർ? ഫോക്സ്, ബൈസൺ, ഡിയർ. നമ്മൾ ഈ ചിത്രത്തിൽ കണ്ട ഹാബിറ്റേറ്റ് നോക്കിയിട്ടാണ് എഴുതുന്നത്. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദ ഡിയർ പോപ്പുലേഷൻ ഇൻക്രീസ്? അപ്പൊ ചിത്രത്തിൽ നമ്മുടെ മാനുണ്ട് അല്ലെ.
അപ്പൊ മാനിന്റെ പോപ്പുലേഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും? ഇഫ് ഡിയർ പോപ്പുലേഷൻ ഇൻക്രീസ് അവൈലബിലിറ്റി ഓഫ് ഗ്രാസ് വിൽ ഡിക്രീസ്. അതായത് പുല്ലും ചെടികളൊക്കെ കുറയാൻ തുടങ്ങും അല്ലെ, ഡിയറിന്റെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വൈൽഡ് ടൈഗർ കൺസർവേഷൻ. കൺസർവേഷൻ ചെയ്യുക, ഇവിടെ സംരക്ഷിക്കുക. അപ്പൊ നമ്മൾ കടുവകളെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ കടുവകളെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് കടുവയെ സംരക്ഷിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ ടൈഗർ ഇസ് വൺ അമംഗ് ദ ഹയസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് വെബ്. അപ്പൊ ഏതൊരു ഫുഡ് വെബ് എടുക്കുകയാണെങ്കിലും മറ്റേ ലാസ്റ്റ് എത്തുന്നത് എവിടേക്കായിരിക്കും? നമ്മൾ കൂടുതലും ടൈഗറിലേക്കായിരിക്കും. അതാണ് ഹയസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത്. Organisms in each link play a key role in maintaining healthy number of herbivores and carnivores in an ecosystem. If some organisms in the lower link of the food web disappear, they may be replaced by other organisms that perform the same function. If there are no other creatures like the tiger, there are no one to perform its function. Therefore, conservation of high-ranking organisms like the tiger is priority. By conserving tigers, a large habitat is being conserved. അതായത് നമ്മൾ എന്താണ് ടൈഗറിനെ കൺസേർവ് ചെയ്യുന്നത് വഴി, സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥയെ, വലിയൊരു ഹാബിറ്റേറ്റിനെ മുഴുവനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസേർവ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് ദ ഇൻവാഡേഴ്സ്. ഇൻവാഡേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? അധിനിവേശക്കാർ എന്നാണ് മലയാളത്തിൽ പറയുക. അവിടെ ചിത്രത്തിൽ കാണുന്ന ഫിഷ് ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ആണ് കേട്ടോ. ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ആണ്. ആഫ്രിക്കൻ മുഷി എന്ന് മലയാളത്തിൽ പറയും. ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഇസ് എ ഫിഷ് ഫൗണ്ട് ഇൻ ദി ആഫ്രിക്കൻ കോണ്ടിനെന്റ്. അപ്പൊ ഈ ഫിഷ് ശരിക്കും കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ്. ആൻഡ് ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ലി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വളരും, അതുപോലെ പെരുകുകയും ചെയ്യും. And they are found as an invasive fish in some water bodies of Kerala. അപ്പൊ ഇതിനെന്താ ഇവിടെ നമ്മൾ എന്തുകൊണ്ടത് ഇൻവാഡേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ, ഇത് ആഫ്രിക്കയിലാണ് കൂടുതൽ കാണുന്നത്. നമ്മുടെ കേരളത്തിലും ചില വാട്ടർ ബോഡീസിൽ ഈ മീനിനെ കാണുന്നുണ്ട്. ഓക്കെ, ദി ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ഫീഡ്സ് ഓൺ നേറ്റീവ് ഫിഷ് ഇൻ ദ വാട്ടർ ബോഡീസ്. ഈ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് എന്തിനെയാണ് ആഹാരമാക്കുക എന്ന് വെച്ചാൽ ആ വെള്ളത്തിലുള്ള മറ്റ് ഫിഷസിനെയാണ് കഴിക്കുക. ദി ഓർഗൻസ് ദാറ്റ് ഫീഡ് ഓൺ ദ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ആർ നോട്ട് ഫൗണ്ട് ഇൻ അവർ വാട്ടർ ബോഡീസ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം? ഈ ഫിഷിനെ കഴിക്കുന്ന വേറെ മീനുകൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള വാട്ടർ ബോഡീസിലൊന്നും അധികം ഉണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഫിഷിന്റെ നമ്പർ ഒരുപാട് കൂടാൻ തുടങ്ങും. ആഫ്രിക്കൻ കാറ്റ്ഫിഷിന്റെ നമ്പർ കൂടാൻ തുടങ്ങും. മറ്റ് ഫിഷസിന്റെ ഒക്കെ നമ്പർ എന്ത് സംഭവിക്കും? കുറയാൻ തുടങ്ങും. അത് എന്തിനെ ബാധിക്കും? ആ വാട്ടർ ബോഡിയിലെ ഒരു എക്കോസിസ്റ്റത്തെ തന്നെ ബാധിക്കും അല്ലെ. And what will happen to the habitat if an African catfish reach in a local pond? അപ്പോൾ സാധാരണയുള്ള ലോക്കൽ പോണ്ടിലേക്ക്, സാധാരണ ഏതെങ്കിലും നാട്ടിലെ കുളങ്ങളിലേക്കൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് എത്തിയാൽ എന്തായിരിക്കും അവിടുത്തെ, എങ്ങനെയായിരിക്കും ആ ഹാബിറ്റേറ്റിനെ ബാധിക്കുക, എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് സംഭവിക്കും? ദി ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ഫീഡ്സ് ഓൺ നേറ്റീവ് ഫിഷ് ഇൻ ദ പോണ്ട്. ദ ഓർഗാനിസം ദാറ്റ് ഫീഡ് ഓൺ ദ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ആർ നോട്ട് ഫൗണ്ട് ഇൻ അവർ വാട്ടർ ബോഡീസ്. Therefore, gradually number of African catfish increase and other number native fishes decrease, and that will damage the ecosystem of the pond. Okay, next, find out if your locality has any other invasive organisms. Identify and present what problem they cause to other plants and creatures. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ ഈ ഒരു ഇൻവാഡർ ആണ് ആഫ്രിക്കൻ കാറ്റ്ഫിഷ് എന്ന് പറഞ്ഞു അല്ലെ, അതേപോലെ വേറെ പ്ലാന്റ്സും ക്രിയേച്ചേഴ്സും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വാട്ട് ഓൾ ഇൻഫോർമേഷൻ മസ്റ്റ് ബി കളക്റ്റഡ്, വാട്ട് ആർ ദ ആനിമൽസ്, വാട്ട് ആർ ദ പ്ലാന്റ്സ്. വേറെ ഇതുപോലെ ഒരു നമ്മൾ ഇൻവാഡർ, അതായത് നമ്മുടെ ഒരു ക്രിയേച്ചർ ജീവിയാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലെ, ആഫ്രിക്കൻ കാറ്റ്ഫിഷ്. ഇതുപോലെ പ്ലാന്റ്സും ഉണ്ട്. നമുക്ക് നോക്കാം ഇൻവാസീവ് അനിമൽസ് ഏതാണ്, ഇൻവാസീവ് പ്ലാന്റ്സ് ഏതാണ് നമുക്ക് നോക്കാം. ഇൻവാസീവ് അനിമൽസ് പറയുന്നത് ഇതാണ്: റെഡ് ബെല്ലീഡ് പിരാന, പിന്നെ നമ്മുടെ ചിത്രത്തിൽ കാണിക്കുന്ന അലിഗേറ്റർ ഗാർ ആണ്, പിന്നെ റെഡ് ഇയർ സ്ലൈഡർ. ഇൻവാസീവ് പ്ലാന്റ്സ് ആണ് വെസ്റ്റ് ഇന്ത്യൻ ലാൻഡന, കോമൺ വാട്ടർ ഹയാസിന്ത്, കോമൺ വയർവീഡ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പ്ലാന്റിനൊക്കെ കണ്ടിട്ടുണ്ടാവും. പൂച്ചെടി എന്നൊക്കെ ധാരാളം ഉണ്ടാവും, ഈ പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ. ഇതൊക്കെ നമ്മൾ റിവറിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ. കോമൺ വാട്ടർ ഹയാസിനൊക്കെ ഇതൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. ഇതൊക്കെ വഴിയോരങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ്, ആൻഡ് വേർ ഷുഡ് ദി ഇൻഫോർമേഷൻ ബി കളക്റ്റഡ്. നമുക്ക് ഇപ്പോൾ ഈ ഇൻഫോർമേഷൻ ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? ഫ്രം അഡൽട്ട്, ഫ്രം മീഡിയ, ഫ്രം ബുക്സ് ആൻഡ് റെഫറൻസ് ടു ഒബ്സർവേഷൻ. ആൻഡ് വാട്ട് ഷുഡ് ദ റിപ്പോർട്ട് കണ്ടെയ്ൻ. നമ്മൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ വേണം, എയിമും മെത്തഡ് ഓഫ് സ്റ്റഡി, ഡാറ്റ കളക്ഷൻ, അനലൈസ്, കൺക്ലൂഷൻ, സജഷൻ, അഡീഷണൽ ഇൻഫോർമേഷൻ. അപ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ്, ഫുഡ് റിലേഷൻഷിപ്പ്. ലുക്ക് അറ്റ് ദ ഫുഡ് വെബ്. ഈ ഫുഡ് വെബ് കണ്ടോ? ഒരു ഫുഡ് വെബ് തന്നിട്ടുണ്ട് അല്ലേ. ദർ ആർ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഇൻ ദ എബോവ് പിക്ചർ. ദ ഫുഡ് റിലേഷൻഷിപ്പ് ഇൻ എ സിംഗിൾ സീക്വൻസസ് ഗിവൺ ബിലോ. ഈ ഒരു ഫുഡ് വെബ് എന്ന് എടുത്തൊരു ഫുഡ് ചെയിൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാസ്, വേം, ഹെന്നിനെ ഫോക്സ് കഴിക്കുന്നു, ഫോക്സിനെ ആര് കഴിക്കുന്നു? വൾച്ചർ.
ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് മോർ സച്ച് സീക്വൻസ്. അപ്പൊ ഇതുപോലെയുള്ള മോർ സച്ച് സീക്വൻസ് വേറെ നമ്മൾ ഫുഡ് ചെയിൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ചിത്രം നോക്കിയിട്ട് എഴുതിയതാണ്. ഗ്രാസിന് വേമിന് ഹെന്നിന് ഫോക്സ്, വൾച്ചർ. അടുത്തത് ഗ്രാസ്, സ്ക്യൂരൽ, ഫോക്സ്, വൾച്ചർ. നെക്സ്റ്റ് ഗ്രാസ്, സ്ക്യൂരൽ, സ്നേക്ക്, വൾച്ചർ. ഗ്രാസ്, സ്ക്യൂരൽ, കാറ്റ്, വൾച്ചർ. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് മോർ സീക്വൻസസ്. അപ്പൊ ഇതുപോലെ നമ്മൾ ആ പിക്ചർ നോക്കിയിട്ട് 5 ഫുഡ് ചെയിൻസ് നമ്മൾ എഴുതി. എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദി ഫുഡ് ചെയിൻ. അപ്പൊ ഫുഡ് വെബ് എന്നുള്ള സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ആണ് എന്തെന്ന് പറയാ, ഒരു ഒറ്റ സീക്വൻസ് നമ്മൾ പറയുന്നതാണ് എന്ത്, ഫുഡ് ചെയിൻ എന്ന് പറയാം. ഫുഡ് ചെയിൻ. അപ്പൊ ഇത് ഫുഡ് ചെയിൻ, വാട്ട് ഈസ് ഫുഡ് ചെയിൻ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫുഡ് ചെയിൻ എന്താണ്? ഫുഡ് ചെയിൻ എന്താണ്? എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദി ഫുഡ് ചെയിൻ. ഓക്കെ, compare food chains you have written and list them in your science diary. ഇനി നമ്മളിപ്പോ ഈ 5 ഫുഡ് ചെയിൻ എഴുതിയിട്ടില്ലേ, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലിങ്ക് പറഞ്ഞാൽ ആദ്യം തുടങ്ങിയത് എവിടെ നിന്നാണ്, ലാസ്റ്റ് ലിങ്ക് നമ്മൾ എവിടെയാണ് അവസാനിച്ചത്. ഈ 5 ഫുഡ് ചെയിനും ഫസ്റ്റ് ലിങ്കും ലാസ്റ്റ് ലിങ്കും ഒന്ന് തന്നെയാണ്. 5 എണ്ണത്തിനും ഗ്രാസിൽ തുടങ്ങി വൾച്ചറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവസാനിച്ചിരിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് ഫ്രം വിച്ച് ഓർഗാനിസം ഡു ഓൾ ദ ഫുഡ് ചെയിൻ ബിഗിൻ. എവിടെ നിന്നാണ് ഈ ഫുഡ് ചെയിൻ ഒക്കെ തുടങ്ങിയത്, പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രാസ് എന്നാണ് അല്ലെ. ആൻഡ് ഡോണ്ട് ദേ ഓൾസോ നീഡ് ഫുഡ് ഫോർ അതർ എക്സിസ്റ്റൻസ് ആൻഡ് വേർ ഡു ദേ ഗെറ്റ് ദെയർ ഫുഡ്. അടുത്തത് ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് എവിടെ നിന്നാണ്, അപ്പൊ പ്ലാന്റ്സ് നിന്നാണ് തുടങ്ങിയെന്ന് പറഞ്ഞു അല്ലെ, എല്ലാ ഫുഡ് ചെയിൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ പ്ലാന്റ്സിന് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്, പ്ലാന്റ്സിന് എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത് എന്നാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. എവിടെ നിന്നാണ് നോക്കിയ, ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ ഫുഡ് പ്രൊഡക്ഷൻ എങ്ങനെയാണ്. ഒബ്സർവ് ദി ഇലിസ്ട്രേഷൻ. വിച്ച് ആർ ദ മെയിൻ കോമ്പോണൻറ്റ്സ് ദാറ്റ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്. പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു പ്ലാന്റ് ഉണ്ട്. പ്ലാന്റ് എന്ത് ചെയ്യുന്നു, റൂട്ട്സിലൂടെ വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കുന്നു, അതുപോലെ എയറിന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, അതുപോലെ സൺലൈറ്റും എവിടേക്ക് വരുന്നത്, ലീഫിലോട്ട് വരുന്നു അല്ലെ. ഇതിന് ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേര് നമ്മൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഫോട്ടോസിന്തസിസ്. അപ്പൊ ഇവിടെ നോക്കൂ, ചോദ്യം എന്താണ്, വിച്ച് ആർ ദ മെയിൻ കോമ്പോണൻറ്റ്സ് ദാറ്റ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്. ഫുഡ് ഉണ്ടാക്കാൻ പ്ലാന്റ്സിന് ഏതൊക്കെ മെയിൻ കോമ്പോണൻറ്റ്സ് ആണ് ആവശ്യം. കാർബൺ ഡൈ ഓക്സൈഡ് വേണം, കണ്ടോ പ്ലാന്റ്സ് വലിച്ചെടുക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം, സൺലൈറ്റ് വേണം, പിന്നെ പ്ലാന്റ്സിന്റെ ലീഫിലുള്ള ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ വേണം. ഇത്രയും കോമ്പോണൻറ്റ്സ് ആണ് പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യം. അപ്പൊ ഇവിടെ എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ ഫോട്ടോസിന്തസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്നുള്ളത്. പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ. നമുക്ക് ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഫോർ ദീസ് ദേ യൂസ് ദി എനർജി ഫ്രം സൺലൈറ്റ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എനർജി വേണം. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, എനർജി വേണം. അതിന് വേണ്ടി നമ്മൾ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഫുഡ് എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പ്ലാന്റ്സിന് ഫുഡിന് വേണ്ടിയിട്ട് എനർജി വേണം. ആ എനർജിക്ക് വേണ്ടിയിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സൺലൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനർജി എവിടെ നിന്ന് കിട്ടുന്നു, പ്ലാന്റ്സിന് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നു. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു ആക്ടിവിറ്റീനെ പറയുന്ന പേരാണ് എന്ത്, photosynthesis. Chlorophyll is a pigment in the leaves that help plant to produce food. അപ്പൊ ഈ പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെ വെച്ചാണ്, ലീവ്സിൽ വെച്ചാണ്, ഇലകളിൽ വെച്ചാണ് അല്ലെ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ് ആണ് എന്താണ് നമ്മുടെ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏത് പിഗ്മെന്റ് ആണ് ലീഫിൽ ഉണ്ടാവുക, ഏത് പിഗ്മെന്റ് ആണ് ലീഫുകളിൽ ഇലകളിലുള്ളത്, ഫോട്ടോസിന്തസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് പിഗ്മെന്റ് ആണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്, ക്ലോറോഫിൽ ആണ്. ഓക്സിജൻ is also produced as a result of this activity. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ നിന്നും ഉണ്ടാകുന്ന റിസൾട്ട് ആണ് എന്ത്, ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സോഴ്സ് ഓഫ് എനർജി. യു ഹാവ് സീൻ ദാറ്റ് സൺലൈറ്റ് ഇസ് നെസസറി ഫോർ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പൊ നമുക്ക് മനസ്സിലായി പ്ലാന്റ്സിൽ ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ആവശ്യമാണെന്ന് മനസ്സിലായി, സൺലൈറ്റ് ആവശ്യമെന്ന് മനസ്സിലായി അല്ലേ. ആൻഡ് ത്രൂ വിച്ച് പാർട്ട് ഡു പ്ലാന്റ്സ് മെയിൻലി റിസീവ് സൺലൈറ്റ്. അപ്പോൾ ഏത് ഭാഗത്തിലൂടെയാണ് നമ്മുടെ സൺലൈറ്റ് കൂടുതലായിട്ടും ചെടികൾക്ക് കിട്ടുന്നത് എന്നാണ് ചോദ്യം. ലീവ്സ്, ഇലകളിലൂടെയാണ്. അത് നമുക്ക് ഈ ചിത്രം നോക്കി, ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ റിസീവ് മാക്സിമം സൺലൈറ്റ്. മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന പോലെയാണ് ഓരോ ചെടികളുടെയും ഇലകളുടെ ഒരു ഘടന എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലുക്ക് അറ്റ് ദ അറേഞ്ച്മെന്റ് ഓഫ് ദ ലീവ്സ് ഇൻ ദ ഫോളോയിങ് പിക്ചർ. ഈ ചിത്രത്തിൽ കാണുന്ന ചെടികളുടെ ലീവ്സിന്റെ ഇലകളുടെ അറേഞ്ച്മെന്റ് നോക്കിക്കേ എങ്ങനെയാണ്.
ഡു യു ഫൈൻഡ് എനി സ്പെഷ്യൽ ഫീച്ചർ, എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചർ, എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയോ? തോന്നിയില്ല. കാരണം എല്ലാ പ്ലാന്റ്സിനും ഒരേപോലെ ലീവ്സ് അറേഞ്ച്മെന്റ് ആണോ? അല്ല, വ്യത്യസ്തമാണ്. ഇവിടെ ഹിബിസ്കസ് ഉണ്ട്, ചെമ്പരത്തി ഉണ്ട്, പിന്നെ തുളസി ഉണ്ട്, പിന്നെ ഇത് ഏത് പ്ലാന്റ് ആണ്? നമ്മുടെ ബ്ലാക്ക് ബോർഡ് ട്രീ എന്ന് വെച്ചാൽ ഏഴിലം പാല എന്ന് പറയും. 3 ചെടികളാണ്, മൂന്നും ഡിഫറെന്റ് അല്ലേ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് എന്ന് പറയുന്നത്. ഇത് നോക്കിയിട്ട് അടുത്ത് എന്താ ചെയ്യാൻ പറയുന്നത് വെച്ചാൽ ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഗ്രൂപ്പ് ദം അക്കോർഡിംഗ് ടു ദ സിമിലാരിറ്റി ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ്. അപ്പൊ ഇത് നോക്കിയിട്ട് ഇതുപോലെ നമ്മുടെ ഹിബിസ്കസിനോട് സെയിം ആയിട്ടുള്ള ലീവ്സ് അറേഞ്ച്മെന്റ് ഉള്ള പ്ലാന്റ്സ് ഇവിടെ എഴുതണം. തുളസിയോട് സിമിലർ ആയിട്ടുള്ളത് ഇവിടെ എഴുതുക. അതുപോലെ നമ്മുടെ ഏഴിലം പാലയോട് സിമിലർ ആയിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ ഹിബിസ്കസിനോട് സെയിം ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? മാംഗോ ട്രീ ഉണ്ട്, പിന്നെ ഏതാ നമ്മുടെ ബ്ലൂബെറി, അതുപോലെ സപ്പോട്ട, ജാക്ക് ഫ്രൂട്ട്. നമ്മുടെ തുളസിക്ക് സെയിം ആയിട്ടുള്ളത് എന്താണ്? നമ്മുടെ തെച്ചി ഉണ്ട്, കറി ലീവ്സ്, കൊറിയാൻഡർ, ഗുവ. പിന്നെ ഏഴിലം പാലയ്ക്ക് സെയിം ആയിട്ടുള്ളത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഏതാണ്? അരളിയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ എരിക്ക് എന്നുള്ളൊരു പ്ലാന്റ് ഉണ്ട്, പിന്നെ കോളാമ്പി, പിന്നെ ടാമറിൻഡ്. ഓക്കെ, ടാമറിൻഡ് പുളിയാണ്. നെക്സ്റ്റ് പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യാൻ പറഞ്ഞു, ഡ്രോ ദ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓഫ് വേരിയസ് പ്ലാന്റ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. ഒരു ഇതുപോലെ നമ്മുടെ പല ചെടികളുടെയും ലീവ്സിന്റെ അറേഞ്ച്മെന്റ് ഡ്രോ ചെയ്യാനാണ് പറയുന്നത്. അടുത്തത് behind the leafy green the leaves are green in general but you must also have noticed multicolor leaves. നമുക്കറിയാം മിക്ക ഇലകളും ഏത് കളറാണ്? ഓൾമോസ്റ്റ് നമുക്ക് ഗ്രീൻ, നമ്മുടെ ഇല എന്ന് പറയുമ്പോൾ തന്നെ ഗ്രീൻ കളർ, പച്ച കളറാണ് അല്ലേ നമ്മൾ പറയുക. പക്ഷെ ചില ചെടികളിലെ ഇലകളുടെ കളർ ഡിഫറെന്റ് ആയിരിക്കും. different color leaves from your surroundings, rub the collected leaves on a plotting paper. അപ്പൊ എന്ത് ചെയ്യാനാണ് പറയുന്നത്? പല ചെടികളിലെയും ഇലകൾ കളക്ട് ചെയ്ത്, പല നിറത്തിലുള്ള ഇലകൾ കളക്ട് ചെയ്തിട്ട് ഒരു പ്ലോട്ടിംഗ് പേപ്പറിൽ അത് ഉരച്ചു നോക്കാനാണ് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഒബ്സർവേഷൻ ആണ് ഈ ടേബിളിൽ എഴുതേണ്ടത്. ആദ്യം സ്പിനാച്ചിന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്പിനാച്ച് വെച്ച ചീര, അതിന് കളർ റെഡ് കളർ ചീര കണ്ടിട്ടില്ലേ? അപ്പൊ കളർ ഓഫ് ദ ലീഫ് റെഡ്. അത് നമ്മൾ പ്ലോട്ടിംഗ് പേപ്പർ ഉരച്ച് നോക്കുമ്പോൾ ഗ്രീൻ കളറാണ് നമുക്ക് കിട്ടുക. അത് പർപ്പിൾ കെയിൽ എന്നൊരു പ്ലാന്റ് ഉണ്ട്, അതിന്റെ ലീഫും പർപ്പിൾ കളറാണ്. ഉരയ്ക്കുമ്പോൾ നമുക്ക് ഗ്രീൻ തന്നെ കിട്ടും. അതുപോലെ റെഡ് ക്യാബേജിന്റെ ലീഫ് റെഡ് ആണ്, നമ്മൾ പ്ലോട്ടിംഗ് പേപ്പറിൽ റബ് ചെയ്യുമ്പോൾ ഗ്രീൻ ആണ് കിട്ടുക. ഗോൾഡൻ പോത്തോസ് നമ്മുടെ മണി പ്ലാന്റിന്റെ ഒക്കെ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഗോൾഡൻ പോത്തോസ്, അത് ലീഫ് യെല്ലോ കളർ ആയിരിക്കും, റബ് ചെയ്യുമ്പോൾ ഗ്രീൻ കിട്ടും. ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഫ്രം ദ ടേബിൾ ഇൻ ദ സയൻസ് ഡയറി. അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലായെന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. ആൻഡ് ക്ലോറോഫിൽ ഇസ് ഗ്രീൻ പിഗ്മെന്റ് ഇൻ ലീവ്സ്. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന, പച്ച കളറാണ് നമുക്ക് കൂടുതലും ഇലകൾ നമുക്ക് കണ്ടിരിക്കുന്നത് പച്ച കളറാണ് അല്ലെ. പച്ച കളർ കൊടുക്കുന്ന ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണ്? ക്ലോറോഫിൽ. നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ അല്ലെ. ക്ലോറോഫിൽ ആണ് ഇലകൾക്ക് പച്ച കളർ കൊടുക്കുന്നത്, ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ക്ലോറോഫിൽ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ക്ലോറോഫിൽ. നെക്സ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ 3 ചെടികൾ പറഞ്ഞു അല്ലെ. പർപ്പിൾ കെയിൽ, ഇതാണ് പർപ്പിൾ കെയിൽ. ഇത് റെഡ് ക്യാബേജ്, ഗോൾഡൻ പോത്തോസ്. ഓക്കെ, next diversity in color. Observe the biodiversity garden in your school. Can you see flowers and leaves in different colors? You have seen that the reason for the green color is chlorophyll. അപ്പോൾ നമ്മൾ പഠിച്ചു ഇലകൾക്ക് ഗ്രീൻ കളർ കിട്ടാനുള്ള കാരണം ആരാണ്? അതിലുള്ള പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ ആണ്. ആൻഡ് വാട്ട് ആർ ദ പിഗ്മെന്റ് ദാറ്റ് കോസ് അതർ കളർ? അപ്പൊ ചില ഇലകളൊക്കെ വേറെ കളർ ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റെഡ് കളർ ഇലയുള്ള പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ ഓറഞ്ച് കളർ, യെല്ലോ കളറൊക്കെ ഉള്ള ഇലകളുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ അതിന് വേറെ പിഗ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ പച്ച കളർ കൊടുക്കുന്നത് ക്ലോറോഫിൽ ആണെന്ന് പഠിച്ചു. റെഡ് കളർ കൊടുക്കുന്നത്, ഇലകൾക്ക് റെഡ് നിറം കൊടുക്കുന്നത് ഏത് പിഗ്മെന്റ് ആണ്? ആന്തോസൈനിൻ ആണ്. ഓറഞ്ച് കൊടുക്കുന്നത് കെരോട്ടിൻ, യെല്ലോ കളർ കൊടുക്കുന്നത് സാന്തോഫിൽ. ഇത് വളരെ, ഈ പിഗ്മെന്റിന്റെ പേരുകൾ പഠിച്ചു വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് റെഡ് കളർ കൊടുക്കുന്നത് ഏത് പിഗ്മെന്റ് ആണ്, ഓറഞ്ച് കൊടുക്കുന്നത് ഏതാ, യെല്ലോ കൊടുക്കുന്നത് ഏത് പിഗ്മെന്റ് ആണ്, അതുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. Next, gaseous exchanges in plants. Did you understand that carbon dioxide is a gas used for photosynthesis? Photosynthesis ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ് നമ്മൾ പഠിച്ചത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ പഠിച്ചു ഇല്ലേ? Which of these gas are used by living organism for respiration? അപ്പൊ ഇതില് ഏത് ഗ്യാസ് ആണ് നമ്മൾ ജീവികൾ, അതായത് ലിവിങ് ഓർഗാനിസംസ് ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്, ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ഏത് ഗ്യാസ് ആണ്? ലിവിങ് ഓർഗാനിസംസ് നമ്മളെല്ലാം പെടും, മനുഷ്യന്മാരെല്ലാം പെടും. നമ്മൾ ഏത് ഗ്യാസ് ആണ് നമ്മൾ ശ്വസിക്കുന്നത്? ഏതാണ് ശ്വസിക്കുന്നത്? ഓക്സിജൻ ആണ്. ഓക്കെ, ആൻഡ് ഈസ് ദർ ഓൺലി കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? ഈ അറ്റ്മോസ്ഫിയർ എന്നാണ് നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കാൻ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത് അല്ലെ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്? അല്ല. ലുക്ക് അറ്റ് ദി ഇല്ലുസ്ട്രേഷൻ ഷോയിങ് ദ എമൗണ്ട് ഓഫ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലായി. വേറെ ഗ്യാസസിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഏറ്റവും കൂടുതലുള്ളത് ഏതാ? നൈട്രജൻ ആണ്. കണ്ടോ, നൈട്രജൻ ഇതൊരു ഗ്യാസ് ആണ്. പിന്നെ അടുത്തത് ഓക്സിജൻ ആണ്.
പിന്നെയുള്ളത് ഏതാ ഇവിടെ പിന്നെ ഏതൊക്കെ ഉണ്ട് ആർഗൺ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് പിന്നെ അതേഴ്സ് ഉണ്ട് and living things breathe to get energy. Don't you think that plants also need energy? And shouldn't respiration takes place in plants to obtain energy? അപ്പോൾ പ്ലാന്റ്സിനും എനർജി ആവശ്യം നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ എനർജി ലഭിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സും റെസ്പിറേഷൻ ചെയ്യാറുണ്ടോ പ്ലാന്റ്സിലും റെസ്പിറേഷൻ നടക്കാറുണ്ടോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും പ്ലാന്റ്സിലും എന്ത് ചെയ്യുന്നുണ്ട് എനർജിക്ക് വേണ്ടിയിട്ട് റെസ്പിറേഷൻ ചെയ്യാറുണ്ട് ഓക്കെ അതാണ് ഇവിടെ ആൻസർ യെസ് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ് ടു പ്ലാന്റ്സിലും റെസ്പിറേഷൻ നടക്കുന്നുണ്ട് ഓൾ ലിവിംഗ് ബീങ്സ് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ എല്ലാ ജീവജാലങ്ങളും റെസ്പിറേഷന് വേണ്ടി ശ്വസിക്കുന്നത് ഏതാണ് റെസ്പിറേഷൻ പ്രോസസ് നമ്മൾ ഏതാണ് ശ്വസിക്കുന്ന ഗ്യാസ് ഏതാണ് ഓക്സിജൻ തന്നെയാണ് ഉപയോഗിക്കുക ആസ് എ റിസൾട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് അതുവഴി എന്ത് പ്രൊഡ്യൂസ് ആവുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു ആനിമൽസ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ നമ്മൾ റിലീസ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് ഉള്ളിലേക്ക് വലിക്കുന്നത് എന്താണ് നമ്മൾ ഓക്സിജൻ ആണ് അതുപോലെ എക്സേൽ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ അതുപോലെ തന്നെ അനിമൽസും റിലീസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ബൈ പ്ലാന്റ്സ് ഇസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഡ്യൂറിംഗ് ഡേ ടൈം കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഇസ് ഓൾസോ യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ഫോട്ടോസിന്തസിസ് ഓക്കെ ആൻഡ് എയർ എൻ്റർ പ്ലാന്റ്സ് ത്രൂ ദ ലീവ്സ് ലീവ്സിലേക്ക് എയർ എങ്ങനെയാണ് കടക്കുന്നത് ലെറ്റ് us examine whether there is any special part in the leaves for this observe the leaf layer in the microscope and draw it in the science diary ഇവിടെ ഒരു മൈക്രോസ്കോപ്പ് കണ്ടില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേരിട്ട് കണ്ടിട്ടില്ലേ മൈക്രോസ്കോപ്പ് കണ്ടുമ്പോൾ സ്കൂളിലൊക്കെ ഉണ്ടാവും മൈക്രോസ്കോപ്പ് അപ്പൊ ഇതിലൂടെ ഇലയുടെ ഒരു ഭാഗം ഇങ്ങനെ ലീഫിന്റെ ഒരു ലെയർ വെച്ച് നോക്കിയിട്ട് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത് എന്താ മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പ് ഈസ് an instrument used to magnify things that cannot be seen with the naked eye അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ അത്രയും സൂക്ഷ്മമായ അത്രയും ചെറിയ വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ദീസ് മൈക്രോസ്കോപ്പിക് ഇവിടെ നോക്കൂ നമ്മുടെ ലീഫിന്റെ ഒരു പാർട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ കാണുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക ആൻഡ് ദീസ് മൈക്രോസ്കോപ്പിക് പോർസ് ഇൻ ദ ലീവ്സ് ആർ നോൺ ആസ് സ്റ്റൊമാറ്റ അപ്പൊ കണ്ടോ ഇവിടെ കണ്ടോ ഒരു ചെറിയ ചെറിയ ഓട്ടകൾ പോലെ ഇത് കണ്ടോ ഇതാണ് എന്ത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് സ്റ്റൊമാറ്റ ഇതിലൂടെയാണ് സ്റ്റൊമാറ്റ ഇമ്പോർട്ടന്റ് ആണ് ഇതിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ വലിച്ചെടുക്കുന്നു ഓക്സിജൻ റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അത് നടക്കുന്നത് ഏത് ഓട്ടകളിലൂടെയാണ് ഏത് പോർസ് ചെറിയ ചെറിയ ഓട്ടകളിലൂടെയാണ് ഈ സ്റ്റൊമാറ്റയിലൂടെയാണ് ഓക്കെ സ്റ്റൊമാറ്റയിലൂടെയാണ് അപ്പൊ എന്താണ് സ്റ്റൊമാറ്റ എന്നുള്ളത് പഠിച്ചു വെക്കണം എന്താണ് പ്ലാന്റ്സിലുള്ള ഇത്തരം ചെറിയ ചെറിയ പോർസ് അല്ലെ ദീസ് മൈക്രോസ്കോപ്പിക് പോർസ് ദ ലീവ്സ് ആർ നോൺ ആസ് സ്റ്റൊമാറ്റ എന്തിനാണ് സ്റ്റൊമാറ്റ ഇറ്റ് ഈസ് ത്രൂ ദീസ് പോർസ് അറ്റ്മോസ്ഫിയർ എയർ എൻ്റർ ദ പ്ലാന്റ് ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഓൾസോ റിലീസ്ഡ് ത്രൂ ദീസ് പോർസ് ഓക്കെ നെക്സ്റ്റ് ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഇവിടെ നോക്കൂ ഡേ ടൈമിൽ നൈറ്റ് ടൈമിൽ ചെടികൾ നടക്കുന്ന പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റെസ്പിറേഷൻ ഏത് സമയത്ത് ഫോട്ടോസിന്തസിസ് ഏത് സമയത്താണ് നടക്കുക നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് നടക്കാൻ സൺലൈറ്റ് ആവശ്യമാണ് അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുക ഡേ ടൈമിലാണോ നൈറ്റ് ടൈമിലാണോ ഡേ ടൈമിൽ അല്ലേ ഡേ ടൈമിൽ ഫോട്ടോസിന്തസിസ് നടക്കണോ നൈറ്റ് ടൈമിൽ റെസ്പിറേഷൻ നടക്കണം ഓക്കെ മനസ്സിലായില്ലേ ഫോട്ടോസിന്തസിസ് ഡേ ടൈമിലും റെസ്പിറേഷൻ നടക്കുന്നത് നൈറ്റ് ടൈമിലുമാണ് അപ്പോൾ ആ നടക്കുന്ന പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡു പ്ലാന്റ്സ് റിലീസ് ഓൺലി ഓക്സിജൻ പ്ലാന്റ്സ് ഓക്സിജൻ മാത്രമാണ് റിലീസ് ചെയ്യുന്നത് പ്ലാന്റ്സ് റിലീസ് ഓക്സിജൻ ത്രൂ ഫോട്ടോസിന്തസിസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ റെസ്പിറേഷൻ പ്ലാന്റ്സ് ഓക്സിജൻ മാത്രമല്ല എന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നത് കാരണം ഫോട്ടോസിന്തസിസ് നടക്കുന്ന ആ ഒരു ഡേ ടൈമിൽ പ്ലാന്റ്സ് എന്ത് റിലീസ് ചെയ്യുന്നു ഓക്സിജൻ റിലീസ് ചെയ്യും പക്ഷെ നൈറ്റ് ടൈമിൽ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ചെയ്യുക സിൻസ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ഡേ ടൈം മോർ ഓക്സിജൻ റിലീസ് ഡ്യൂറിംഗ് ഡേ ടൈം അപ്പോൾ ഡേ ടൈമിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുക അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴാണ് ഓക്സിജൻ റിലീസ് ചെയ്യുക എന്ന് വെച്ചാൽ ഡേ ടൈമിലാണ് കൂടുതലും ഓക്സിജൻ നമ്മുടെ പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നത് ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് അടുത്ത ടോപ്പിക് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഡു ഓൾ ദ പ്ലാന്റ്സ് മേക്ക് ഫുഡ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ അപ്പൊ എല്ലാ പ്ലാന്റ്സും ഫുഡ് പ്രിപ്പയർ ചെയ്യൂ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു മാംഗോ ട്രീ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വേറെ കുറെ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മാംഗോ ട്രീ പറയാൻ നോക്കിയേ I am mango tree. I myself prepare the food I need. ഞാൻ മാംഗോ ട്രീ ആണ് എനിക്ക് ആവശ്യമുള്ള ഫുഡ് ഞാൻ സ്വയം പ്രിപ്പയർ ചെയ്യുന്നു ഇവിടെ നോക്കൂ ഈ പ്ലാന്റ് വാൻഡയാണ് ഐ ആം വാൻഡ ഐ മൈസെൽഫ് പ്രിപ്പയർ ദ ഫുഡ് ഐ നീഡ് ബട്ട് ഐ നീഡ് എ പ്ലേസ് ടു ഗ്രോ അപ്പോൾ വാൻഡ എന്താ പറയുന്നത് ഞാനും എനിക്ക് ആവശ്യമുള്ള ഫുഡ് ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷെ എനിക്ക് വളരാൻ അല്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണം എനിക്ക് വളരാൻ എനിക്ക് എന്ത് വേണം ഒരു സ്ഥലം വേണം ഓക്കെ അതായത് വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് വേണം ഓക്കെ അതിൽ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുക വാൻഡ വളരുക
അടുത്ത ലോറാന്തസ് പറഞ്ഞ മറ്റൊരു പ്ലാന്റ് എന്താ പറയുന്നത്? ഐ ആം ലോറാന്തസ്, ഐ ഓൾസോ പ്രിപ്പയർ മൈ ഓൺ ഫുഡ് ബട്ട് ഐ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദിസ് പ്ലാന്റ്. അപ്പോൾ ലോറാന്തസ് പറയുന്നത് ഞാനും എനിക്ക് ആവശ്യമുള്ള ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യും, പക്ഷേ വേറെ ഞാൻ ഏത് പ്ലാന്റിലാണോ വളരുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലെ വെള്ളവും മിനറൽസും ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ആവശ്യമാണ്, ഞാൻ വലിച്ചെടുക്കും. അതുപോലെ കസ്ക്യൂട്ട പറയുന്നത് നോക്കൂ, ഐ ആം കസ്ക്യൂട്ട, ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്, ഐ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഐ നീഡ് ഫ്രം ദിസ് പ്ലാന്റ്. അപ്പോൾ കസ്ക്യൂട്ട പറയുന്നത് ഞാൻ ഫുഡ് ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്യില്ല, ഞാൻ മറ്റ് പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്ത ന്യൂട്രിയൻസ്, ഫുഡ് എന്ന് വെച്ചാൽ അവർ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കിയ ന്യൂട്രിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, അബ്സോർബ് വലിച്ചെടുക്കും. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. യു ഹാവ് ഒബ്സർവ്ഡ് ദ കൺവർസേഷൻ among the mango tree, ലോറാന്തസ്, കസ്ക്യൂട്ട ആൻഡ് വാൻഡ. haven't you? which of these plants prepare their own food? അപ്പൊ നമ്മൾ 4 പ്ലാന്റ്സിനെ പറഞ്ഞു അല്ലേ. ഏത് പ്ലാന്റ്സ്, വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് പ്രിപ്പയർ their own food? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആരൊക്കെയാണ്? മാംഗോ ട്രീ പ്രിപ്പയർ ചെയ്യും, നമ്മൾ പറഞ്ഞു ലോറാന്തസും പ്രിപ്പയർ ചെയ്യും, വാൻഡയും പ്രിപ്പയർ ചെയ്യും അല്ലെ. കസ്ക്യൂട്ടിയാണ് സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യാത്തത്. ആൻഡ് ദീസ് പ്ലാന്റ്സ് get the sunlight and carbon dioxide needed for photosynthesis in the same way. But how do they get water? Where does the mango tree get its water from? Mango tree ക്ക് വാട്ടർ എവിടുന്നാണ് കിട്ടുന്നത്? അതിന്റെ സോയിലിൽ അല്ലെ, സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കും. How about Vanda and Loranthus? വാൻഡിക്കും ലോറാന്തസിനും എവിടെ നിന്നാണ് കിട്ടുക? Observe the picture of Vanda. വാൻഡയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്, കണ്ടില്ലേ? ദാ വാൻഡ മാംഗോ ട്രീ പിടിച്ച് വളരുകയാണ്. ഇവിടെ നോക്കി 2 ടൈപ്പ് ഓഫ് റൂട്ട്സ് ആണ് വാൻഡയ്ക്ക് ഉള്ളത്. And don't you see 2 type of roots? What are the functions of these roots? Where do the thick white root grow to? 2 തരത്തിലുള്ള റൂട്ടുകൾ കണ്ടില്ലേ? അതിലെ തിക്ക് ആയിട്ടുള്ള വൈറ്റ് കളർ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് നോക്കൂ. നമ്മൾ വാൻഡയെ കുറിച്ചാണ് പറയുന്നത് ഈ ബോക്സിൽ പറയുന്നത്. The small roots help the vanda to grow by clinging on to the tree. അതായത് 2 ചെറിയ റൂട്ടുകളുണ്ട്, സ്മോൾ റൂട്ട്സും ഉണ്ട്, അതേപോലെ തന്നെ എന്തുമുണ്ട്, വലിയ റൂട്ട്സും ഉണ്ട് അല്ലെ. ചെറിയ റൂട്ട്സും ഉണ്ട്, വലിയ 2 തരത്തിലുള്ള റൂട്ട്സ് ആണ് വാൻഡയ്ക്കുള്ളത്. സ്മോൾ റൂട്ട്സ് എന്തിനു സഹായിക്കും? ആ മരത്തിൽ അതിനെ എന്ത് ചെയ്യാൻ സഹായിക്കുകയാണ്? മരത്തിൽ തങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ മരത്തിൽ പറ്റിപ്പിടിക്കുക, ക്ലിങ്ങിങ് പറഞ്ഞാൽ പറ്റിപ്പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത് സ്മോൾ റൂട്ട്സ് ആണ്. ദ തിക്ക് റൂട്ട് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ആ തിക്കായിട്ടുള്ള കട്ടിയുള്ള വേരുകൾ എന്തിനാണ്? അറ്റ്മോസ്ഫിയറിനുള്ള, അതായത് നമ്മുടെ മാംഗോ ട്രീന്റെ വാട്ടർ അല്ല നമ്മുടെ ആരാണത് വാൻഡ അബ്സോർബ് ചെയ്യുന്നത്, പകരം എവിടത്തെയാണ്? തിക്ക് റൂട്ട് അറ്റ്മോസ്ഫിയർ എന്നുള്ള നമ്മുടെ മോയ്സ്ചർ ആണ്, അന്തരീക്ഷത്തിൽ നിന്നുള്ള മോയ്സ്ചർ ആണ്. മോയ്സ്ചർ പറഞ്ഞാൽ ഈർപ്പം. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാൻഡ അബ്സോർബ് ചെയ്തെടുക്കുക. and they depend on host plants only for habitat. അതായത് host plant ഏതിലാണോ വാൻഡ വളരുന്നത് അതാണ് അതിന്റെ host plant. ആ host plantനെ എന്തിനു മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ആശ്രയിക്കുന്നുള്ളൂ? വാസസ്ഥലമായിട്ട് തങ്ങാൻ മാത്രം, അതിൽ വളരാൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. such plants are called epiphytes. വാൻഡ പോലുള്ള പ്ലാന്റ്സ് നമ്മൾ പറയാം എപ്പിഫൈറ്റ് എന്നാണ് പറയാ. വാൻഡ മാത്രമല്ല, എപ്പിഫൈറ്റിന് 2 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാൻഡ പറയാൻ പറ്റും, അതേപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. ഓർക്കിഡ്സ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? വേറെ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതായത് വേറെ പ്ലാന്റ്സിനെ തങ്ങാൻ വേറൊരു പ്ലാന്റിൽ ഹോസ്റ്റ് ആയിട്ട് അതിലായിരിക്കും വളരുക, പക്ഷെ ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഫുഡിന് വേണ്ടി ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വളരാൻ വേണ്ടി മാത്രമേ വേറെ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത്തരം പ്ലാന്റ്സിനെയാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്ന് പറയുക. എപ്പിഫൈറ്റ്. ഒബ്സർവ് ദ എപ്പിഫൈറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ റൂട്ട്. ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ്സ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്? അപ്പൊ ഇത്തരം എപ്പിഫൈറ്റ്സിനെ പോലുള്ള ചെടികൾ ഈ മരത്തിന്, അതായത് ഏത് ഹോസ്റ്റ് പ്ലാന്റ് ഏതാണോ അതിന് ദോഷകരമാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതിന് ദോഷമാണോ? അല്ല അല്ലെ. കാരണം എന്തുകൊണ്ടാ? അത് എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ആ ചെടിയിൽ ഏതാണോ അതിന്റെ ഹോസ്റ്റ് പ്ലാന്റ്, ആ ഹോസ്റ്റ് പ്ലാന്റിൽ ക്ലിങ് വെച്ചാൽ അതിൽ പറ്റിപ്പിടിച്ച് ഗ്രോ ചെയ്യാൻ, വളരാൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്തല്ല, ഹാം അല്ല. ഓക്കെ, അടുത്തത് ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ റൂട്ട് ഓഫ് ലോറാന്തസ്. നെക്സ്റ്റ് പ്ലാന്റ് ആണ് ലോറാന്തസ് ആണ്. വേർ ഡു ദിയർ റൂട്ട്സ് ഗ്രോ ടു? ഇതിന്റെ റൂട്ട്സ് കണ്ടില്ലേ, ഇത് എങ്ങോട്ടാണ് വളരുന്നത്? വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ഫോർ ലോറാന്തസ് വിത്ത് ദിയർ സ്പെഷ്യൽ റൂട്ട്സ്? നോക്കൂ ലോറാന്തസിനെ കുറിച്ചിട്ട്. ലോറാന്തസ് മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അപ്പൊ ലോറാന്തസ് എന്ത് ചെയ്യുന്നു? ലോറാന്തസിനെ പോലുള്ള ചെടികൾ കംപ്ലീറ്റ് ആയിട്ട് ഏതാണോ അതിന്റെ ഹോസ്റ്റ് പ്ലാന്റ്, ഏതിലാണോ അത് പറ്റിപ്പിടിച്ച് വളരുന്നത് അതാണ് അതിന്റെ ഹോസ്റ്റ് പ്ലാന്റ്. ആ ഹോസ്റ്റ് പ്ലാന്റിന്റെ വെള്ളവും അതേപോലെ അതിന്റെ മിനറൽസും കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കും, എന്നിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, therefore plants like Loranthus are called semi parasite. അതുകൊണ്ട് തന്നെ ലോറാന്തസിനെ പോലുള്ള ചെടികളെ നമ്മൾ എന്ത് പറയും? സെമി പാരസൈറ്റ് എന്നാണ് പറയുക. ഓക്കെ, സെമി പാരസൈറ്റ്. അപ്പൊ ലോറാന്തസ് എന്താണ്? ഫുഡ് പ്രിപ്പയർ ചെയ്യും, മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ് പ്രിപ്പയർ ചെയ്യും. എന്ത് ഉപയോഗിച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക? അതിന്റെ ഹോസ്റ്റ് പ്ലാന്റിന്റെ വാട്ടറും മിനറൽസും വലിച്ചെടുത്തിട്ടാണ് ലോറാന്തസ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ലോറാന്തസിനെ എന്ത് പറയും? സെമി പാരസൈറ്റ് എന്ന് പറയും. അടുത്തത് കസ്ക്യൂട്ടയാണ്.
ആൻഡ് കസ്ക്യൂട്ടറിന്റെ ചെടിയാണ് ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിലുള്ളത്. കസ്ക്യൂട്ടർ പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. അപ്പോൾ ഹോസ്റ്റ് പ്ലാന്റ് കസ്ക്യൂട്ടറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല, ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്യുന്നില്ല. പകരം അതിന്റെ ഹോസ്റ്റ് പ്ലാന്റ് ഏതാണോ ആ ഹോസ്റ്റ് പ്ലാന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂട്രിയൻസ്, അതിന്റെ കംപ്ലീറ്റ് ന്യൂട്രിയൻസും കസ്ക്യൂട്ട വലിച്ചെടുത്തിട്ട് അതിലാണ് വളരുക. അതുകൊണ്ട് തന്നെ ദേ ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്. അതുകൊണ്ട് കസ്ക്യൂട്ടെ പോലുള്ള ചെടികൾ നമ്മൾ എന്ത് പറയും? ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയും. കംപ്ലീറ്റ് പാരസൈറ്റ് ആണ് കസ്ക്യൂട്ട. അപ്പൊ നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പിഫൈറ്റ് എന്താണെന്ന് പഠിക്കണം, അതുപോലെ സെമി പാരസൈറ്റും ടോട്ടൽ പാരസൈറ്റും പഠിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഓൾ ലിവിംഗ് ബീങ്സ് ഇൻ നേച്ചർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു സർവൈവ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? എല്ലാ ജീവജാലങ്ങളും സർവൈവ് ചെയ്യാൻ, ജീവിക്കാൻ വേണ്ടി പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ആശ്രയിക്കുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലുക്ക് അറൗണ്ട് ആൻഡ് ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ ദി ഇന്റർഡിപെൻഡൻസ് ഓഫ് ലിവിംഗ് ബീങ്സ്. റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് സ്റ്റഡി. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ എല്ലാ ജീവികളും. അതുപോലെ തന്നെ എന്ത് മനസ്സിലായി? ലിവിംഗ് തിങ്സും നോൺ ലിവിംഗ് തിങ്സും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അടുത്തത് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണ്, ലെറ്റസ് അസസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ദ പ്ലാന്റ്സ് വിത്ത് റെഡ് കളർ ലീവ്സ് ക്യാൻ നോട്ട് പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽസ്. ഡു യു എഗ്രി വൈ? അതായത് റെഡ് കളർ ലീവ്സ് ഉള്ള പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ പ്ലാന്റ്സ് വിത്ത് റെഡ് കളർ ലീവ്സ് ക്യാൻ നോട്ട് പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽസ് എന്ന് വെച്ചാൽ റെഡ് കളർ ലീവ്സ്, ചുവന്ന ഇലകളുള്ള ചെടികൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഡു യു എഗ്രി? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ട്? നോ, എഗ്രി ചെയ്യുന്നില്ല. കാരണം എന്താ? Chlorophyll also present in red leaves plants like spinach, so they can make their own food. Next question, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഫുഡ് വെബ് തന്നിട്ടുണ്ട് അല്ലേ. What will happen to this food web if the number of the frogs decreases? ഇവിടെ ഫ്രോഗ് കണ്ടില്ലേ നിങ്ങൾ? ഫ്രോഗിനെ ആര് കഴിക്കണു? സ്നേക്ക് കഴിക്കണു. ഫ്രോഗ് ആരെയൊക്കെ കഴിക്കും? ഗ്രാസ് ഹോപ്പറിനെയും മൊസ്കിറ്റോനെയും കഴിക്കും. അപ്പൊ ഫ്രോഗിന്റെ നമ്പർ കുറഞ്ഞാൽ, ഡിക്രീസ് ആയാൽ എന്ത് സംഭവിക്കും? If the number of frogs decrease, there will be an increase in the number of mosquitoes and grasshopper, which could lead to significant damage to the ecosystem. Last question, observe the illustration and complete the stages of gaseous exchange in plant. അപ്പോൾ ചെടിയിലുള്ള ഒരു നമ്മൾ പറഞ്ഞു gaseous exchange നടക്കുന്നുണ്ട് പറഞ്ഞു അല്ലേ, അതായത് ഗ്യാസുകൾ നമ്മൾ എക്സ്ചേഞ്ചസ്, അതിന് ആ ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ, ഇതാണ് ഫോട്ടോസിന്തസിസ്. ഡേ ടൈമിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ എയറിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു, ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. റെസ്പിറേഷൻ നടക്കുന്നത് നൈറ്റ് ടൈമിൽ അല്ലേ, രാത്രി. ആ സമയത്ത് എന്താ സംഭവിക്കുക? എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുകയാണോ ചെയ്യുക? അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നത്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ എയർ എൻ്റർ ദ പ്ലാന്റ്. അറ്റ്മോസ്ഫിയർ എയർ പ്ലാന്റ്സിൽ എൻ്റർ ചെയ്യുന്നു. പ്ലാന്റ്സിന്റെ ലീവ്സിൽ ഏത് പാർട്ടിലൂടെയാണ് അറ്റ്മോസ്ഫിയർ എയർ എൻ്റർ ചെയ്യുക? നമ്മൾ പഠിച്ചു. ഏതാണ്? സ്റ്റൊമാറ്റ. പഠിച്ചു നിങ്ങൾ സ്റ്റൊമാറ്റിനെ കുറിച്ചിട്ടല്ലേ? നമ്മൾ സ്റ്റൊമാറ്റ പഠിച്ചു അല്ലേ, സ്റ്റൊമാറ്റ. അപ്പൊ സ്റ്റൊമാറ്റയിലൂടെയാണ് അറ്റ്മോസ്ഫിയർ എയർ എൻ്റർ ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എയർ. അപ്പൊ ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് യൂസിങ്, നമ്മൾ അറ്റ്മോസ്ഫിയർ എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ് പ്രോസസ് നടക്കുന്നു. ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഫോട്ടോസിന്തസിസ് റിലീസ്ഡ് ബൈ പ്ലാന്റ്സ്. അതുപോലെ ഫോട്ടോസിന്തസിസിൽ നിന്നും എന്തുണ്ടാവുന്നു? ഓക്സിജൻ ഉണ്ടാവുന്നു, അത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ എയർ ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ റെസ്പിറേഷൻ. അറ്റ്മോസ്ഫിയർ എയറിലെ ഓക്സിജനെ റെസ്പിറേഷന് ഉപയോഗിക്കുന്നു. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ റെസ്പിറേഷൻ. റെസ്പിറേഷനിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ആവുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ആവുന്നു, അത് എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇതാണ് പ്രോസസ്സ് അല്ലേ, മനസ്സിലായില്ലേ ഈ പ്രോസസ്സ്? അപ്പൊ അടുത്തത് നമ്മുടെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി രണ്ടെണ്ണം ഉണ്ട്. ഒന്നാമത്തെ, wrap the leaf of plant with a transparent polythene cover. Observe it in the next day. What is seen in the polythene cover? What will be the reason? അതായത് നമ്മൾ ഒരു ചെടിയിലെ ഇല വലിച്ചിട്ട് അത് മൂടി വെക്കാനല്ല പറയുന്നത്, ചെടിയിൽ നിൽക്കുന്ന ഇല. ഓക്കെ, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ചെടിയിൽ നിൽക്കുന്ന ഒരു ഇല എന്ത് ചെയ്യുക? പോളിത്തീൻ, ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പോളിത്തീൻ കവർ വെച്ചിട്ട് അത് എന്ത് ചെയ്യണം? മൂടി വെക്കുക. ഇത് നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ എന്താണ് നിങ്ങൾ കാണുന്നത്? പോളിത്തീൻ കവറിൽ എന്ത് കാണുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്താണ് റീസൺ? നമുക്ക് ആൻസർ നോക്കാം. When the leaf of a plant is wrapped with a polythene cover, the respiration does not contact with the atmosphere outside. It starts the condensation process right there, and after a while we can see that there are water droplets on the inside of a polythene cover. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളത് ലീഫ് പോളിത്തീൻ കവർ വെച്ച് കെട്ടിവെക്കുന്ന സമയത്ത് അതിൽ എന്ത് സംഭവിക്കില്ല? റെസ്പിറേഷൻ പ്രോസസ്സ് നടക്കില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്, അടുത്ത ദിവസം നോക്കുമ്പോൾ അതിൽ നമുക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്, വെള്ളത്തുള്ളികൾ കാണാൻ കഴിയും. ആ പോളിത്തീൻ കവറിന്റെ ഉള്ളിൽ വെള്ളത്തുള്ളികൾ കാണാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് എ പോണ്ട് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് റൈറ്റ് ദ മാക്സിമം ഫുഡ് ചെയിൻസ്. ഫൈൻഡ് ഔട്ട് if there is any human activity that destroy the habitat of a pool. അപ്പൊ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു പോണ്ട് പോയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അവിടെ കാണുന്ന ജീവികളെയൊക്കെ വെച്ചിട്ട് മാക്സിമം ഫുഡ് ചെയിൻസ്
ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്, അവിടെ വേറെ ഏതെങ്കിലും നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം എന്തെങ്കിലും ആ ഹാബിറ്റേറ്റ്, ആ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രതികൂലമാവുന്ന, ദോഷകരമാവുന്ന എന്തെങ്കിലും ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ലൈക്ക് നമ്മൾ എന്താ പ്ലാസ്റ്റിക് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ ഫുഡ് ചെയിൻസ് മാക്സിമം എഴുതി നോക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു, ഫുഡ് ചെയിൻ പഠിച്ചു അല്ലെ, ഫുഡ് ചെയിൻ എഴുതാൻ പഠിച്ചു. അതേപോലെ എന്താ പഠിച്ചത്, ഫുഡ് ചെയിൻ പഠിച്ചു, ഫുഡ് വെബ് എന്താന്ന് പഠിച്ചു, ജീവികൾ അതായത് ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ലിവിങ് തിങ്സും പരസ്പരം ഓരോ ലിവിങ് തിങ്സും എങ്ങനെയൊക്കെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെ പഠിച്ചില്ലേ നിങ്ങൾ. അപ്പൊ എല്ലാം നമ്മൾ ഫുൾ ചാപ്റ്റർ ദ ചെയിൻ ഓഫ് ലൈഫ് നമ്മളെ ഫുൾ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ചാപ്റ്റർ മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്